സിഹറുമായി ബന്ധപ്പെട്ടാണ് ചോദ്യം. സിഹറിൻ്റെ അടിസ്ഥാനം കൂടോത്രക്കാരൻ കുഴിച്ചിടുന്ന മുടിയിൽ നിന്ന് ഉപദ്രവമുണ്ടാകുമെന്ന് വിശ്വസിക്കലും, അതുപോലെ തന്നെ ജാറത്തിൽ ചെന്ന് അതിൽ നിന്ന് ഉപദ്രവം ഉണ്ടാകുമെന്ന് വിശ്വസിക്കലും അത് ശിർക്കാകുന്നത് പോലെ ഇതും ശിർക്കാകും എന്ന് പ്രചരിപ്പിക്കണം. ഒരു ബദറിൻ്റെ മഹത്വം എന്ന് പറഞ്ഞ നോട്ടീസ് ഇറക്കിയിട്ട് അതിൽ പറഞ്ഞത്. അപ്പോൾ സിഹിറിൽ ഹക്കീക്കത്തുണ്ട് എന്ന് വിശ്വസിച്ചാൽ അങ്ങനെ വിശ്വസിക്കുന്ന ആൾ മുശ്രിക്കാവുമോ? ചോദ്യം. പിന്നെ രണ്ടാമതൊരു ചോദ്യം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നുബുവത്ത് കിട്ടുന്നതിന് മുമ്പാണ് മിഅ്റാജ് നടന്നത് എന്ന് ഒരു ബുഖാരി റിപ്പോർട്ട് ചെയ്തൊരു ഹദീസ് ഉണ്ട് പോലും. അതിൻ്റെയും യാഥാർത്ഥ്യം എന്നറിയണം. ശരിയാണോ? രണ്ട് ചോദ്യങ്ങളാണ്. സിഹിറിന് ഹഖീഖത്തുണ്ട്, യാഥാർത്ഥ്യമുണ്ട് എന്ന് വിശ്വസിച്ചാൽ മുസ്ലിക്കാകുമോ എന്നാ. അങ്ങനെ ആവുകയാണെങ്കിൽ പിന്നെ ലോകത്ത് മുസ്ലിങ്ങൾ വല്ലാതെ ബാക്കി ഉണ്ടാവില്ല. സ്വഹാബിമാർ മുതൽ ഇങ്ങോട്ട് അഹ്ലുസുന്നയുടെ എല്ലാവരും അത് അംഗീകരിച്ചവർ തന്നെയാണ്. പ്രവാചകർക്ക് സിഹർ ചെയ്യപ്പെട്ടുവെന്ന ഹദീസ് നമുക്ക് പറഞ്ഞു തന്നത് ഒന്ന് ആയിഷ റളിയല്ലാഹു അൻഹയാണ്. അപ്പം അവിടെ മുതൽ പിന്നെ പൊളിയും. നബിയോട് വീണ്ടും പറഞ്ഞത് രണ്ട് മലക്കൾ ജിബ്രീലും മീകായിലുമാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സിഹർ ചെയ്യപ്പെട്ടു, ചെറിയൊരു ഉന്മേഷക്കുറവുണ്ടായി, എന്താ സംഭവിച്ചതെന്ന് അറിഞ്ഞില്ല. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം വിചാരിച്ചത് മറ്റൊരു എന്തെങ്കിലും അസുഖമായിരിക്കുമെന്ന് വിചാരിച്ചു. അതിനുള്ള ചികിത്സയും നബി ആദ്യം തേടി. തലവേദന തുടങ്ങി, ഉന്മേഷക്കുറവുണ്ടായി. അപ്പോൾ അത് എന്തെങ്കിലും അസുഖമായിരിക്കുമെന്ന് വിചാരിച്ച് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജാമ വരെ ചെയ്തു. കൊമ്പ് വെക്കുന്ന ചികിത്സ പോലും അതിനു വേണ്ടി ചെയ്തു. പിന്നീടാണ് രണ്ട് മലക്കൾ വരികയും പ്രവാചകൻ കേൾക്കെ അവർ തമ്മിൽ സംസാരിച്ചു, ഇയാൾക്ക് എന്തു പറ്റി? അപ്പോൾ പറഞ്ഞു മത്ബൂബുൻ, ഇയാൾ സിഹർ ചെയ്യപ്പെട്ട ആളാണ്. ആരാണ് ചെയ്തത്? അപ്പോൾ മറ്റേ മലക്ക് പറഞ്ഞു ലബീദ് ഇബ്നു ആസം എന്ന ജൂതനാണ്. എങ്ങനെയാണ് ചെയ്തത്? അപ്പോൾ ചെയ്ത രീതികൾ പറഞ്ഞു കൊടുത്തു. എന്താണ് പ്രതിവിധി? അവ ഈ മലക്കിന് പ്രതിവിധി പറഞ്ഞു. അങ്ങനെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതൊരു പ്രതിവിധിയായി കാണുകയും അത് പാലിക്കുകയും ചെയ്തതോടുകൂടി അതിൽ നിന്ന് പൂർണ്ണമായും മുക്തമായി. അപ്പോൾ ഈ രണ്ട് മലക്കുകളാണ് ആദ്യം പറഞ്ഞു കൊടുക്കുന്നത്. ബുഖാരിയിലുണ്ട്, ബുഖാരിയിൽ മലക്കുകളുടെ പേരില്ലാന്നുള്ളൂ, പേര് മറ്റു ഹദീസുകളിലും വന്നിട്ടുമുണ്ട്. അപ്പോൾ പിന്നെ അവിടെ മുതൽ ഇങ്ങോട്ടുള്ളവരൊക്കെ ഇസ്ലാമിന് പുറത്തായി എന്ന് പറയേണ്ടി വരും. ഇമാം ബുഖാരി ഹെഡിങ് കൊടുത്തത് ബാബു സുഹിറൻ നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹർ ചെയ്യപ്പെട്ടുവെന്ന അധ്യായം എന്നാണ്. എല്ലാ ഹദീസ് പണ്ഡിതന്മാരും അത് അംഗീകരിച്ചു പോന്നു. അഹ്ലുസുന്നയിൽ അത് എതിർത്ത പണ്ഡിതന്മാർ ഇല്ലെന്ന് തന്നെ പറയാം. സ്വാധീനത്തിന്റെ വിശദാംശങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. തൗഫീർ, സ്വാധീനം എങ്ങനെയൊക്കെ ഉണ്ടാവും, ഏത് അറ്റം വരെ പോകാം എന്നൊക്കെയുള്ള അഭിപ്രായ വ്യത്യാസം പണ്ഡിതന്മാർക്കിടയിലുണ്ട്. ഖുർആൻ തന്നെ പറഞ്ഞതാണ് വയതഅല്ലമുന മിൻഹുമാ മാ യുഫർരിഖൂന ബിഹി ബൈനൽ മർഇ വസൗജിഹി, ഒരു ആളുടെയും അയാളുടെ ഭാര്യയുടെയും ഇടയിൽ വേർപിരിക്കാവുന്ന ഒന്ന് ഈ സിഹറിൽ നിന്ന് അവർ പഠിച്ചെടുക്കുന്നു എന്നാണ്. അപ്പൊ തന്നെ സ്വാധീനം ഉണ്ട് വന്നല്ലോ. ഒരാളെയും അയാളുടെ ഭാര്യയെയും വേർപിരിക്കാവുന്ന ഒന്ന് സിഹറിൽ നിന്ന് പഠിക്കുന്നു. അപ്പൊ സിഹർ കൊണ്ട് ഭാര്യാഭർത്താക്കന്മാർക്കിടയിൽ വേർപിരിക്കാൻ കഴിയും എന്ന് ഖുർആൻ തന്നെ എടുത്തു പറയുകയും ചെയ്തു. അപ്പൊ അതിൽ തർക്കമില്ല. പിന്നുള്ള സംശയം അത് ഞാൻ നേരത്തെ എൻ്റെ അവരടുത്ത് പറഞ്ഞല്ലോ, ജാനത്ത് പോയി പണമിട്ടാൽ രോഗം മാറുമെന്ന് പ്രതീക്ഷിക്കുന്നു. സാഹിർ കുപ്പി കൊണ്ടുപോയി കുടിച്ചിട്ടാൽ ഇവ രോഗമുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ രണ്ടും ഒരുപോലെ അല്ല, രണ്ടും ഒരുപോലെയല്ല. ഒന്ന് കാര്യകാല ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ്, ഒന്ന് കാര്യകാല ബന്ധങ്ങൾക്ക് അതീതമായിട്ടാണ്. ജാറത്തിൽ പോയി സുഖമില്ലെന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ജാറത്തിൽ കിടക്കുന്ന ഷെയ്ഖ് ഇവന്റെ തേട്ടമറിയുന്നു, അത് കേൾക്കുന്നു, ഇവനെ പ്രശ്നം മനസ്സിലാക്കുന്നു, ആ പ്രശ്നത്തിന് പരിഹാരം ആ ഷെയ്ഖ് നൽകുന്നു. ആ വിശ്വാസം തന്നെ ശിർക്കാണ്. ആ വിശ്വാസം ശിർക്കാണ്. എന്താണ്? ആ ഷെയ്ഖിന് കേൾവിയില്ല, ആ ഷെയ്ഖിന് കാഴ്ചയില്ല, ആ ഷെയ്ഖിന് ഗ്രഹിക്കാനുള്ള കഴിവുകളില്ല. എല്ലാം അവസാനിച്ചു വഫാത്തോടു കൂടി. ഇനി ആ ഷെയ്ഖ് ഇറാഖിലെ ബഗ്ദാദിൽ കിടക്കുന്ന മൊഹീദ്ദീൻ ഷെയ്ഖിനെ ഇവിടുന്ന് വിളിച്ചാൽ ആ ഷെയ്ഖ് കേൾക്കണമെങ്കിൽ ഷെയ്ഖിന് ഈ ഭൗതികമായ കണ്ണും കാതുമൊന്നും ഇല്ലെങ്കിലും അതിനതീതമായ കേൾവിയും കാഴ്ചയും ഉണ്ട് എന്ന് വിശ്വസിക്കണം. അപ്പോൾ എൻ്റെ വിളി മുഹീദ്ദീൻ ഷെയ്ഖ് കേൾക്കുമെന്ന വിശ്വാസം തന്നെ ശിർക്കാണ്. ചോദിക്കേതാലും ശിർക്കാണ്. ഈ സദസ്സിൽ മലക്കുകൾ ഉണ്ടാകാം. ഈ സംസാരം മലക്കുകൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ വിശ്വസിച്ചാൽ ശിർക്കാണോ? അല്ല.
ഇവിടെ സമീപ പ്രദേശത്തുണ്ടാകാവുന്ന ജിന്നുകൾ ഉണ്ടെങ്കിൽ അവർ ഈ സംസാരം കേൾക്കുന്നുണ്ടാകാം എന്ന് വിശ്വസിച്ചാൽ ശിർക്കാണോ? അല്ല. എന്നാൽ ഭീമാപ്പള്ളിയിലെ ഉമ്മച്ച ഈ സംസാരം ഇപ്പൊ കേൾക്കുന്നുണ്ട് വിശ്വസിച്ചാലോ? ശിർക്കാണ്. അതെന്നെ വ്യത്യാസം. അതാണ് വ്യത്യാസം. ഒന്ന് കാര്യകാല ബന്ധം. അതെങ്ങനെ? പിശാചിന് അള്ളാഹു നിശ്ചയിച്ച കണ്ണും കാതും ചിന്താശേഷിയും എല്ലാം ഉണ്ട്. അത് ഉപയോഗപ്പെടുത്തി അവന്റെ ഏജന്റുമാരെ അവൻ സഹായിക്കുന്നു. സൂറത്ത് അഅറാഫ് അല്ലാഹു തആല പറഞ്ഞു, വലഖദ് ദറഅനാ ജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ്. ധാരാളം മനുഷ്യരെയും ധാരാളം ജിന്നുകളെയും നാം നരകത്തിന് വേണ്ടി റിസർവ് ചെയ്തിരിക്കുന്നു. എന്താ പ്രത്യേകത? അവർക്ക് കണ്ണുകളുണ്ട്, പക്ഷെ അതുകൊണ്ട് അവർ കാണേണ്ടത് കാണുന്നില്ല. കാതുകളുണ്ട്, പക്ഷെ കേൾക്കുന്നില്ല. കൽബുണ്ട്, പക്ഷെ ഗ്രഹിക്കുന്നില്ല. ആര്? ജിന്നുകളും മനുഷ്യരും. അപ്പൊ ജിന്നിനും മലക്കിനും കണ്ണുണ്ട്, കാതുണ്ട്, കൽബുണ്ട് എന്നതിന് കിട്ടി. എന്നിട്ടാ പറയുക. അപ്പൊ ആ കാഴ്ച, ആ കേൾവി, അവന്റെ കഴിവുകൾ, അത് പിശാച് ഉപയോഗിക്കുന്നു ഒരാളെ ശിർക്കിലേക്കും അതുവഴി നരകത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി. അതിന് അവന്റെ കുറെ ഏജന്റുമാരുണ്ട്. ശൈത്താന്റെ ഏജന്റുമാരാണ് സാഹിറുകൾ, സിഹിർ ചെയ്യുന്നവർ, സിദ്ധന്മാർ. ശൈത്താന്റെ ഏജന്റുമാർ തങ്ങളായാലും ബീവിയായാലും ബാബയായാലും അമ്മയായാലും ഉമ്മയായാലും ദർഗയായാലും ദുർഗയായാലും എല്ലാം ശൈത്താന്റെ കേന്ദ്രങ്ങളാണ്, ശൈത്താന്റെ ഏജന്റുമാരാണ്. ആ ഏജന്റുമാർക്ക് ശൈത്താൻ വഹി നൽകും. ശൈത്താൻ യൂഹൂന ഇലാ ഔലിയാഇഹിം, ഖുർആൻ പറഞ്ഞു, പിശാച് അവന്റെ മിത്രങ്ങൾക്ക് വഹി നൽകും, സന്ദേശം നൽകും. ആ സന്ദേശം വഴിയാണ് സിഹിർ ചെയ്യുന്നതിന്. സിഹിർ എല്ലാവരും ചെയ്താൽ സിഹിർ ആവൂല. നമ്മളൊക്കെ പാടെ കൂടി ഒരു കോഴിമുട്ടെടുത്ത് കുത്തി വരച്ച് എവിടെ കൊണ്ട് നിക്ഷേപിച്ചാൽ ഇവിടുന്ന് സംഭവിക്കൂല. സിഹിർ ആവണമെങ്കിൽ സിഹിർ പഠിക്കണം. സിഹിർ പഠിക്കണം. അല്ല, ആരാ പഠിപ്പിക്കുക? സിഹിർ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ ഉസ്താദ് ആരാ? ശൈത്വാനാ. يعلمون الناس السحر ولكن الشياطين كفروا يعلمون الناس السحر. സൂറത്ത് ബഖറ 102 ആയത്ത്. പിശാചുക്കൾ മനുഷ്യരെ സിഹിർ പഠിപ്പിക്കുന്നു. പിശാചുക്കൾ മനുഷ്യരെ സിഹിർ പഠിപ്പിക്കുന്നു. പിശാച് ഏറ്റവും വലിയ സാഹിറിന് സിഹിർ പഠിപ്പിച്ചെടുക്കും. അയാൾ ശിഷ്യന്മാർക്ക് പഠിപ്പിച്ചെടുക്കും. അതാണ് ഇജാസത്ത് പ്രകാരം ചികിത്സിക്കാന്ന് ഈ തങ്ങന്മാരൊക്കെ നോട്ടീസ് ഇറക്കും. ഇജാസത്ത് പ്രകാരം ചികിത്സിക്കുന്നു. ഇജാസത്ത് ശൈത്താൻ ഇജാസത്താണ്. ഏറ്റവും വലിയ തങ്ങൾക്ക് ശൈത്താൻ പഠിപ്പിച്ചെടുക്കും. ആ തങ്ങളെ കാലം അവസാനിക്കാറാകുമ്പോൾ അവിടെ ഒരു അവകാശി, അനന്തരാവകാശം ഉണ്ടായി വരും. ഒരു അവകാശി ബാക്കി വെക്കാതെ തങ്ങളും മരിച്ചു പോവില്ല. ചികിത്സയുമായി ഇരിക്കുന്ന തങ്ങളും ഒരു അവകാശിയെ ഉണ്ടാക്കിയെടുക്കാതെ മരിച്ചു പോവില്ല. കാരണം പിശാചിന്റെ നിർദ്ദേശമാണ്. ഈ നാട്ടുകാർ ശിർക്കിലേക്ക് കൊണ്ടുപോകാൻ ഒരു തങ്ങൾ ആവശ്യമുണ്ട്. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞു, എല്ലാ ഗ്രാമത്തിലും ഒരു സിദ്ധൻ ഉണ്ടാവാതിരിക്കില്ല. ശൈത്താൻ അവിടെ നിശ്ചയിച്ച ഓന്റെ ഏജന്റ് അവിടെ, അയാൾ ഉപയോഗിച്ചിട്ടാണ് ശൈത്താൻ പണിയെടുക്കുക. ഇവിടെ ഭീമാപ്പള്ളി ജാറം മതി, ഇനി വേറെ തങ്ങളെ ആവശ്യമില്ല. നാട്ടിലെ മൊത്തം ശിർക്ക് കൊണ്ടാകാൻ ആ കേന്ദ്രം എമ്പാടും അത് ഹെഡ് ഓഫീസായി വർക്ക് ചെയ്തുകൊണ്ട് അവിടെ നിന്നുള്ള മുസ്ലിയാക്കന്മാരെ ഉപയോഗിച്ച് ഈ നാട്ടിൽ മൊത്തം ശിർക്ക് പ്രചരിപ്പിക്കും. അത്തവണ സിദ്ധൻ മരിക്കുന്നതിന് മുമ്പ് അനന്തരാവകാശി ഉണ്ടായി വരും. അയാൾ നോട്ടീസ് ഇന്ന ഷെയ്ഖിന്റെ ഇജാസത്ത് പ്രകാരം ചികിത്സിക്കുന്നു. അപ്പൊ ആ ഷെയ്ഖിന്റെ ഇയാൾക്ക് അനുവാദം കൊടുത്തു, താങ്കൾ ചികിത്സിക്കാൻ യോഗ്യനാണ്. ഇനി ഇയാൾ അടുത്ത പിന്മുറക്കാരന് കൊടുക്കും. അതങ്ങനെ കൈമാറി പോകും. ഇതിന്റെ ഹെഡ് പിശാച്ചാണ്. ശൈത്വാനാണ് സിഹിർ പഠിപ്പിക്കുക. എങ്ങനെ ചെയ്യണം, എന്തു ചെയ്യണം, എന്തൊക്കെ മന്ത്രങ്ങൾ ഉച്ചരിക്കണം പഠിപ്പിക്കുന്നവൻ ശൈത്വാനാണ്. അത് ചെയ്യുമ്പോൾ ശൈത്താന് ബോധ്യപ്പെട്ടു അവൻ തൻ്റെ ഏജന്റാണ്, അവൻ തന്നെ പൂജിക്കുന്നവനാണ്. അങ്ങനെ ഈ തങ്ങൾ പറയും ഇന്നതാണ് ചെയ്യേണ്ടത്. അതും ശൈത്താന്റെ പ്രകാരം. ആ തങ്ങൾ കൊടുക്കുന്ന വസ്തു എവിടെ നിക്ഷേപിക്കണം അതും ശൈത്താൻ പറഞ്ഞു കൊടുക്കും. എവിടെയും കൊണ്ട് നിക്ഷേപിക്കാതല്ല, ആളില്ലാത്ത വീട്ടിൽ കൊണ്ടുവെക്കാൻ പറയും. 4 റോഡുകൾ സംഗമിക്കുന്ന സ്ഥാനത്ത് കൊണ്ടുപോയി നിക്ഷേപിക്കുക. എന്താ? അതൊക്കെ ശൈത്താന്റെ കേന്ദ്രങ്ങളാണ്. വഴിയുടെ സംഗമസ്ഥാനങ്ങൾ പിശാചിന്റെ കേന്ദ്രമാണ്. അങ്ങാടികൾ പിശാചിന്റെ കേന്ദ്രങ്ങളാണ്. പിശാചിന്റെ കേന്ദ്രം അങ്ങാടികൾ. വഴികളുടെ ജംഗ്ഷനുകൾ പിശാചിന് ഇഷ്ടപ്പെട്ട മജ്ലിസാണ് എന്ന് ഹദീസ് ഗ്രന്ഥങ്ങളിൽ സൂചനയുണ്ട്. അതേപോലെ കേന്ദ്രങ്ങൾ അവൻ നിശ്ചയിച്ചു കൊടുക്കും. അവിടെ കൊണ്ടുപോയി ഇട്ടും. അത് കൊണ്ടുപോയി ഇടുമ്പോൾ ഈ കോഴിമുട്ടയിൽ, ഈ കരിക്കിൽ, ഈ പേപ്പറിൽ, ഈ മുടിയിൽ, ഈ കൊണ്ടുപോയി നിക്ഷേപിച്ച വസ്തുവിൽ എന്താ ഉള്ളത്? ശൈത്താനുള്ള അപ്ലിക്കേഷനാണ്. ശൈത്താന്റെ ഏജന്റ് നൽകുന്ന റെക്കമെൻഡ് അത് അവന്റെ ഭാഷയാണ്. ആ ഭാഷയിൽ ശൈത്താൻ മനസ്സിലാവും ഇന്നാളെ അയാളെ വലയപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് അയാൾ എപ്പോൾ പോയി സഹായിച്ചു കൊടുത്താൽ അയാൾ സ്ഥിരമായി നമ്മുടെ ആളായി കിട്ടും. അപ്പൊ ശൈത്താൻ സഹായിക്കാൻ ചെല്ലും. രോഗമുണ്ടാക്കിയത് ഒരു പക്ഷേ ഈ ശൈത്താൻ ഇടപെടൽ കൊണ്ടായിരിക്കാം.
ആ രോഗം സുഖപ്പെടുത്താൻ അവൻ തന്നെ ഇടപെടും. നമ്മളുടെ ഒരു രാഷ്ട്രീയക്കാരനെ നമുക്ക് വല്ല ഭീഷണി ഉണ്ടെങ്കിൽ സ്റ്റേറ്റ് നേതാവിനെ പിടിക്കാം. സ്റ്റേറ്റ് നേതാവിനെ പിടിച്ചാൽ എന്ത് ചെയ്യും? അവിടുന്ന് ഓർഡർ വരും, തൽക്കാലം ശല്യപ്പെടുത്തേണ്ട വിട്ടേക്ക്, പിന്നെ നമുക്ക് ആ പ്രശ്നം തീർന്നു. അല്ലെങ്കിൽ എതിർഭാഗത്ത് അതിനേക്കാളും സ്വാധീനമുള്ള കക്ഷിയാണെങ്കിൽ, ഒരു കക്ഷിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ മറ്റേ കക്ഷിയെ ഭരിക്കുന്നെങ്കിൽ ഭരണകക്ഷിയെ പോയി പിടിക്കും. അപ്പോൾ അവിടുന്ന് ഒരു ഫോൺ കോള്, അതിൽ ആ പ്രശ്നം അവസാനിക്കും. എന്നെ പോലെ ചോട്ടാ ശൈത്താന് ശല്യം ഉണ്ടാകുമ്പോഴാണ് തങ്ങളെടുത്തുകയില്ല. അപ്പോൾ തങ്ങൾ വലിയ ശൈത്താന് അപേക്ഷ കൊടുക്കും. ആ വലിയ ശൈത്താന് ഈ ശൈത്താന് ഓർഡർ കൊടുക്കും, നമ്മളാളാണ്, ശിർക്ക് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്, നരകത്ത് പോകാൻ തയ്യാറാണ്, ഇനി അയാളെ ശല്യപ്പെടുത്തണ്ട, നമ്മൾ ആവശ്യം എന്തേ ഉള്ളൂ, അത് നരകത്ത് പോലെ ആവശ്യമുള്ളൂ. അപ്പോൾ ഓൻ തൽക്കാലം മാറി നിൽക്കും. അപ്പോൾ ഇയാൾ അസുഖം മാറി. അപ്പോൾ ഇയാൾ തങ്ങളെടുത്ത് പോയി, തങ്ങൾ എഴുതി തന്നു, കൊണ്ടുപോയി കുഴിച്ചിടാൻ വന്ന് കുഴിച്ചിട്ടു, എൻ്റെ പ്രശ്നം മാറി. പക്ഷേ ഒരു 5-6 മാസം കഴിയുമ്പോൾ വീണ്ടും രോഗം തിരിച്ചു വരും. അതെന്താ? മറ്റോ പോയി ടെസ്റ്റ് ചെയ്യും, ശിർക്ക് തന്നെ ഉണ്ടോ, അതിലെ തൗഹീദിലേക്ക് എങ്ങനെ പോകുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇടയ്ക്കൊന്ന് വന്നിട്ട് ഒന്ന് കുത്തി നോക്കും. അപ്പോൾ പെട്ടെന്ന് ഓടും തങ്ങളടുത്തേക്ക്. അന്ന് ഉണ്ടായപ്പോൾ തങ്ങളാണ് ശരിയാക്കിയത്, അവിടെ പോവുക. അപ്പോൾ തങ്ങൾ ഒന്നും കൂടെ റിന്യൂ ചെയ്ത് കൊടുക്കും, പിന്നെ ഈ വാലിഡിറ്റി, പുതിയ ആപ്ലിക്കേഷൻ കൊടുക്കും. ഇതവിടെ വീട്ടിൽ കൊണ്ടുപോയി സൂക്ഷിച്ച ഒരു പ്രശ്നം ഉണ്ടാവില്ല, പറഞ്ഞ പോലത്തെ അത് കൊണ്ടുപോയി സൂക്ഷിച്ച ഒരു പ്രശ്നമില്ല. അങ്ങനെ മരിക്കുന്നവരെ ഇയാളെ ശിർക്കിൽ തന്നെ അങ്ങ് നിലനിർത്തി അങ്ങ് നരകത്തിലേക്കാണ് കൊണ്ടുപോകും. മാത്രം ഈ രോഗിയെ ഒരു ഏജന്റായി ഉപയോഗപ്പെടുത്തും. ഇയാൾ അയൽവാസിക്ക് പിന്നെ അസുഖം വരും. അപ്പോൾ ഇവൻ പറയും, എനിക്ക് അയാളത്ത് പൊട്ട സുഖമായത്, അവിടെ പോയി നോക്ക്. അപ്പോൾ ഇവൻ അങ്ങോട്ട് കൊണ്ടുപോയി. ഇയാളെ കുടുംബത്തിനടുത്തൊക്കെ അസുഖം, അപ്പോൾ ഇയാൾ പറയും, ഈ തങ്ങളടുത്ത് പോയാൽ മതി. അങ്ങനെ ഈ മനുഷ്യൻ അറിയാതെ ഈ തങ്ങളുടെ ഏജന്റായി പ്രവർത്തിക്കും. ഈ ഓരോരുത്തരും ഏജൻസിയായി മാറും. അങ്ങനെ നെറ്റ്വർക്ക് സംവിധാനത്തിൽ നാട്ടുകാരെ മൊത്തം ശിർക്കിലേക്ക് കൊണ്ടുപോകാൻ ഒറ്റ തങ്ങളെ ഒരു നാട്ടിൽ സഹായിച്ചാൽ മതി. ഒരു സാഹിറിനെ സഹായിച്ചാൽ 10,000-ങ്ങളെ ശിർക്കിലും ഹറാമിലും ബിദ്അത്തിലും ഖുറാഫാത്തിലും കൊണ്ടുപോയി തള്ളി നരകത്തേക്ക് എത്തിക്കാൻ പറ്റും. ഫിർഔൻ ഉണ്ടാകാൻ പോകുന്ന മൊത്തം ആൺകുട്ടികളെ കൊല്ലാൻ ഓർഡർ ഇട്ടു. യുദബ്ബിഹുന അബ്നാഅക്കും വയസ്തഹ്യൂന നിസാഅക്കും. ആൺകുട്ടികളെ കൊല്ല, പെൺകുട്ടികളെ വെറുതെ വിടുക. എന്തിനാണ് ആൺകുട്ടികളെ കൊല്ലാൻ പറഞ്ഞത്? നമുക്ക് എല്ലാവർക്കും അറിയാം. സാഹചര്യങ്ങൾ പറഞ്ഞു, ഭാവിയിൽ ഒരു കുട്ടി ജനിക്കാൻ പോകുന്നു, ആ കുട്ടി ജനിച്ചു വളർന്നാൽ നിന്റെ അധികാരം നഷ്ടപ്പെടും. ഭാവി ജനിക്കാൻ പോകുന്ന കുട്ടി ജനിച്ചു വളർന്ന് വലുതായി വന്നിട്ട് വേണം അധികാരം നഷ്ടപ്പെടാൻ. 30-40 കൊല്ലം അപ്പുറത്ത് സംഭവിക്കാനുള്ളത് സാഹിർ ഇപ്പം പറഞ്ഞു. എങ്ങനെ സാഹിർ പറഞ്ഞത്? സാഹിറിന് പറഞ്ഞ കാര്യം അറിയോ? പറയോ? ഇല്ല. അവിടെയാണ് കട്ടുകേൾവി. മലക്കൾ തമ്മിലുണ്ടാകുന്ന സംസാരം ഒരു പക്ഷേ അന്ന് പിശാചുകൾ കട്ട് കേൾക്കുമായിരുന്നു. ഇന്ന് അത്ര സ്വസ്ഥമായി കട്ട് കേൾക്കാൻ സംവിധാനമില്ല. അന്നുണ്ടായിരുന്നു. ഞങ്ങൾ കട്ട് കേൾക്കാൻ വേണ്ടി പ്രത്യേക സ്ഥലങ്ങളിൽ ചെന്ന് ഇരിക്കുമായിരുന്നു. പ്രവാചകത്വത്തോടു കൂടി അതവസാനിച്ചു. മലഉൽ അഅ്ലയിലേക്ക് ചെവി കൊടുക്കാൻ അവർക്ക് സാധ്യമല്ല. അപ്പൊ ആ സ്ഥലങ്ങളിൽ ആ സീറ്റുകളിൽ പോയിരുന്ന് കേൾക്കാൻ ഇന്നവർക്ക് പറ്റൂല. അല്ലാത്ത സംസാരം പക്ഷെ കിട്ടിയേക്കാം. അങ്ങനെ കിട്ടിയൊരു വാർത്ത ഒരു സാഹിറിന് കൈമാറി. സാഹിർ ഇത് പ്രഖ്യാപിക്കുക വഴി 10,000-കണക്കിന് കൊലപാതകങ്ങൾ ആ നാട്ടിൽ നടത്താൻ പറ്റി. എന്നിട്ടും അവസാനം സാഹിർ പറഞ്ഞ പോലെ സംഭവിച്ചു. കുട്ടി വളർന്നു വലുതായി അധികാരത്തിലേക്കുന്ന അവസ്ഥ. ഇപ്പൊ സാഹിറിനെ പറ്റി വല്ലാത്ത വിശ്വാസം ഉണ്ടായി. അയാൾ പറഞ്ഞ് സംഭവിച്ചല്ലോ എന്നാ. ഇതാണ് ശൈത്താന്റെ ആവശ്യം. അപ്പൊ അതിൽ ഒരു കാര്യകാരണ ബന്ധമുണ്ട്, സിഹറിൽ കാര്യകാരണ ബന്ധമുണ്ട്. നമ്മൾ കാണുന്നത് ഒരു മുടിയോ ഒരു കോഴിമുട്ടയോ ഒരു കരിക്കോ ഒക്കെ ആയിരിക്കാം. ആ കരിക്കുമ്പോൾ നല്ല ദോഷം വരുന്നത്. ഇതിലൂടെ അവനെ പ്രീതിപ്പെടുത്താൻ പൂജകളാണ് ഇയാൾ ചെയ്യുന്നത്. അത് കാണുമ്പോൾ അവന് ബോധ്യമാകുന്നു ഇവൻ നമ്മളെ ആളായിട്ടുണ്ട്, അത് തൽക്കാലം അവനെതിരെയുള്ള ഉപദ്രവം നിർത്തിവെക്കൽ നല്ലതാണ്, എങ്കിൽ അയാൾ ശിർക്കിൽ പിടിച്ചിടാൻ പറ്റും. ആ പണി അവൻ ചെയ്യുന്നു. അപ്പൊ ഇതുണ്ടെന്ന് വിശ്വസിക്കാനല്ല ശിർക്ക്. ഇത് തകർക്കാൻ വേണ്ടി ചെയ്യുന്ന രീതിയിൽ ശിർക്ക് വരും. സിഹിർ ഇല്ലാതാക്കാൻ 2-3 രീതിയുണ്ട്. ഒന്ന്, സമാനമായ സിഹിർ തിരിച്ചു പ്രയോഗിക്കുക. ആള് മുസ്ലിക്കാവും, നരകത്ത് പോവും. ചിലപ്പോൾ ഈ പ്രശ്നം അവസാനിച്ച് കിട്ടും. ഒരു ശൈത്താൻ ശല്യപ്പെടുത്താണെങ്കിൽ അതിലും വലിയ ശൈത്താനെ പോയി പ്രീതിപ്പെടുത്തുക. അപ്പൊ ആ ശൈത്താൻ മറ്റേ ശൈത്താൻ എന്ത് ചെയ്യും? അടക്കി നിർത്തിയിട്ട് ഈ ശല്യം അവസാനിപ്പിച്ചു. രണ്ട് ശൈത്താന്മാരുടെ ലക്ഷ്യം എന്താണ്? നമ്മൾ ശിർക്ക് കൊണ്ടുപോകുന്നതാണ്. മറ്റവന് പ്രയാസപ്പെടുത്തുന്നത് ശിർക്ക് കൊണ്ടുപോകാനാണ്. ഇവൻ നമ്മളെ സഹായിക്കുന്നതും ശിർക്ക് കൊണ്ടുപോകാനാണ്. നമുക്ക് ആ വഴി പാടില്ല. അത് സിഹിറിനെ സിഹിർ കൊണ്ട് ബാത്തിലാക്കാൻ പറ്റുന്നുണ്ട്. ഒരാൾ സിഹിർ ചെയ്താൽ തിരിച്ചതിലും വലിയ സിഹിർ അങ്ങോട്ട് ചെയ്യാം. ഫലത്തിൽ രണ്ടാളും ശിർക്കിലായി, രണ്ടാളും നരകത്തിലായി.
അതാണ് മൻ സഹറ ഫഖദ് അശ്റക്. ആരെങ്കിലും സിഹർ ചെയ്താൽ അവൻ ശിർക്ക് ചെയ്തു, ഹദീസിൽ കാണാം. മറ്റൊന്ന്, റബ്ബിലേക്ക് കൂടുതൽ അടുത്ത് ഇവന് ശല്യത്തിന് രക്ഷപ്പെടുക. അള്ളാന്റെ ദിക്റുകളും ദുആകളും തസ്ബീഹും സ്വലാത്തും ഖുർആൻ പാരായണവും ഇബാദത്തുകളും സദഖയും എല്ലാമായി റബ്ബിനോട് സാമീപ്യം നേടുക. അപ്പൊ ശൈത്താനെ ബോധ്യപ്പെടും, ഓനെ കിട്ടൂല. ശൈത്താനെ ബോധ്യപ്പെടുത്തുക, നീ എന്ത് ചെയ്താലും ശരി ഞാൻ ആ വഴിക്കില്ല. രോഗിയായി മരിച്ചാലും പ്രശ്നമില്ല, ജാറത്തേക്ക് ഞാൻ പോകൂല, തങ്ങളടുത്തേക്ക് ഞാനില്ല, ജിന്നിനോട് പ്രാർത്ഥിക്കാൻ ഞാനില്ല, ശൈത്താനെ പോയി കാണാൻ ഞാനില്ല, സിദ്ധപ്പണിക്ക് ഞാനില്ല, എനിക്ക് സ്വർഗം വേണം, ഞാൻ തൗഹീദിലായി ജീവിച്ച് മരിക്കാൻ തീരുമാനിച്ചവനാണ്. ഉറച്ചവിടെ നിന്നാൽ കുറേയൊക്കെ അവൻ പണിയെടുത്ത് നോക്കും, പിന്നെ തോന്നും ഇവിടെ നിന്നൊരു കാര്യമില്ല, എൻ്റെ സമയം പോകുക എന്നല്ലാതെ ആ ടൈമും കൂടെ അപ്പുറത്ത് പോയാൽ നാലാളെ പണി പഠിപ്പിക്കാൻ പറ്റും, അതുകൊണ്ട് ഇയാൾ തൽക്കാലം വിടാം. അവൻ പരാജയപ്പെട്ട് പിന്മാറിപ്പോകണം. അതാണ് ശരിയായ റൂട്ട്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു വഴി കയറിയാൽ പിശാച് മറ്റൊരു വഴിക്ക് വഴി മാറിപ്പോകും. ഇമാം ബുഖാരി ഹദീസാണ്. അതെന്താ? ഉമർ ഖത്താബിനെ തണ്ടും നിറങ്ങിയിട്ടല്ല, ഈമാൻ കൊണ്ടാണ്. ഉമർ ഖത്താബ് ഒരു റോഡിന് ആ തലക്ക് കയറിയാൽ മതി, ഇവിടുന്ന് പിശാച് വഴി മാറിപ്പോകും. കാരണം ഉമർ ഖത്താബിനൊപ്പം കൂടെ എന്നെ പഠിപ്പിക്കാന്നല്ലാതെ അങ്ങോട്ട് പഠിപ്പിക്കാൻ പറ്റൂല എന്ന് ഓനറിയാം. അതാണ് സിഹറിൽ സംഭവിക്കുന്നത്. അപ്പൊ സിഹർ ഉണ്ടെന്ന് വിശ്വസിക്കൽ ശിർക്കല്ല, സിഹർ ഉണ്ട് വിശ്വസിക്കൽ ഖുർആൻ ഹദീസും പഠിപ്പിച്ചതാണ്. അതിന് പ്രതിവിധികളിൽ ശിർക്കായ വഴിയുണ്ട്, അത് സ്വീകരിക്കാൻ പാടില്ല. അല്ലാത്ത വഴികൾ ഇസ്ലാം അംഗീകരിച്ച വഴികളാണ്. അതാണ് ശരിയായ മന്ത്രങ്ങൾ, ആ നിലക്കുള്ള പ്രാർത്ഥനകൾ ഒക്കെ അതിന്റെ ഭാഗമാണ്. മറ്റൊരു മുഅ്തസിലി വാദമാണ്, അത് നമ്മൾ നാട്ടിൽ ഹദീസ് ശരികൾ കൊണ്ടുവന്നു എന്നല്ലാതെ അഹ്ലുസുന്നക്ക് അതിൽ അംഗീകാരമില്ല. ഒരു ചോദ്യം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ അല്ലേ, മിറാജ് അതുകൊണ്ട് പറഞ്ഞു തരാം. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നബുവത്തിന് മുമ്പായിരുന്നു മിറാജ് എന്ന് ബുഖാരിയിലുണ്ട്. അങ്ങനെ ഇല്ല. മിറാജുമായി ബന്ധപ്പെട്ട് പറയുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദ്യമുണ്ടായ ഒരു ദർശനം പറയുന്നുണ്ട്. അത് വഹയിന് മുമ്പാണ്. നബി തങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോൾ രണ്ട് മലക്കുകൾ വന്നതും സംസാരിച്ചതും ഒക്കെ സംഭവങ്ങൾ പറയുന്നുണ്ട്. അത് പറഞ്ഞിട്ട് പിന്നെ ആ രാത്രി അതേ ഉണ്ടായിരുന്നുള്ളൂ. അത് നബിക്ക് വഹി ലഭിക്കുന്നതിന് മുമ്പായിരുന്നു എന്ന് അവിടെയുണ്ട്. അന്ന് മിറാജ് പോയിട്ടില്ല. അന്ന് നബി ഉറങ്ങിക്കിടക്കുമ്പോൾ മലക്കുകൾ വന്നു, അവർ തമ്മിൽ സംസാരിച്ചു, നബിയെക്കുറിച്ച് സംഗതികൾ പറഞ്ഞു, നബിക്ക് ആ നിൽക്കുന്ന ദർശനങ്ങളുണ്ടായി. അന്ന് അതേ ഉണ്ടായുള്ളൂ. അത് മിറാജ് വഹയിന് മുമ്പ്. പിന്നീട് വഹയിന് ശേഷമാണ് മിറാജ് ഉണ്ടായത് എന്ന് അതേ ഹദീസിന്റെ ബാക്കി ഭാഗത്തുണ്ട്. അപ്പൊ അതിനിടയ്ക്ക് എന്ത് വന്നു? അത് വഹയിന് മുമ്പായിരുന്നു എന്നൊരു വാചകം ഇടയ്ക്കുണ്ട്. അപ്പൊ കണ്ടോ, മിറാജ് വഹയിന് മുമ്പ്, നബിയാണ് മുമ്പ് മിറാജ് പോയി ബുഖാരി ഉള്ളത്. ഇതല്ലേ ഇപ്പൊ ബുഖാരി എന്ന് പറയണത്. അപ്പൊ യഥാർത്ഥത്തിൽ വഹയിന് മുമ്പുണ്ടായത് ഈ സ്വപ്ന ദർശനം മാത്രമാണ്. അന്ന് അതേ ഉണ്ടായിട്ടുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെയുള്ള സംഭവങ്ങൾ ഉണ്ടായത് അതിന് ശേഷമാണ്. അത് രണ്ടിനും ഇടയ്ക്കാണ് ഇത് വഹയിന് മുമ്പായിരുന്നു എന്ന് പറഞ്ഞു. റിപ്പോർട്ട് ചെയ്ത ആൾ ഒന്നിച്ച് പറഞ്ഞു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നീട് സ്വഹാബയ്ക്ക് പറഞ്ഞു കൊടുത്തത് സ്വഹാബിമാർ നമുക്ക് പറഞ്ഞു തരാണല്ലോ. അപ്പൊ ഒന്നിച്ച് പരാമർശിച്ചു. ആദ്യം ഈ സ്വപ്നങ്ങൾ പറഞ്ഞു, എന്നിട്ട് പറഞ്ഞു അന്ന് ഇത്ര ഉണ്ടായുള്ളൂ, അത് വഹയിന് മുമ്പായിരുന്നു. പിന്നീട് മറ്റേ സംഭവങ്ങളും പറഞ്ഞു. ഇതുപോലെ വഹയിനെ പറ്റി പറഞ്ഞപ്പോൾ ആയിഷ ബീവി പറഞ്ഞ എന്താണ്? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദ്യം നല്ല നല്ല സ്വപ്നങ്ങൾ കിട്ടുമായിരുന്നു. അതാണ് തുടക്കം. നല്ല നല്ല സ്വപ്നങ്ങൾ അന്ന് വഹി ഇട്ടിട്ടില്ല. നല്ല സ്വപ്നങ്ങൾ, പ്രവാചകൻ ചില സ്വപ്നങ്ങൾ കണ്ടാൽ അത് പിന്നെ നേരം പുലരുന്നത് പോലെ സത്യസന്ധമായി പുലരുമായിരുന്നു എന്ന് കാണാം. പിന്നീട് ലഭിക്കേണ്ടത് എന്താ? ഏകാന്തത ഇഷ്ടമായി തുടങ്ങി, ഒറ്റയ്ക്കിരിക്കുക. അങ്ങനെയാണ് ആദ്യമൊക്കെ വീട്ടിൽ ഒറ്റയ്ക്കിരിക്കും, പിന്നെയാണ് സ്വസ്ഥമായ ഇടം തേടി ഹിറാ ഗുഹയിലേക്ക് പോകുന്നത്. അതിനു ശേഷമാണ് വഹി കിട്ടുന്നത്. ഇതൊക്കെ ബുഖാരിയുണ്ട്. എന്നതുപോലെ മിറാജിനുണ്ടായ ഒരു സ്റ്റെപ്പാണ് ആദ്യത്തെ സ്വപ്ന ദർശനങ്ങൾ. അത് വഹയിന് മുമ്പുണ്ട്. വഹയിന് ശേഷം മിറാജ് സംഭവിക്കുകയും ചെയ്തു. അല്ലാതെ മിറാജ് വഹയിന് മുമ്പാണ് എന്ന് ബുഖാരിയിലില്ല. അതൊക്കെ ഈ പറഞ്ഞ പോലെ ആ ഹദീസ് കാണുക പോലും ചെയ്യാത്തവനായിരിക്കും പറയണമൊക്കെ. ആ പറഞ്ഞ ആൾ ചോദിച്ചാൽ മതി, നിങ്ങൾ ആ ഒരു ഹദീസ് നിങ്ങൾ ഫുള്ള് വായിച്ചു നോക്കിയിട്ടുണ്ടോ ചോദിച്ചാൽ മതി. ആ ഒറ്റ ഹദീസ് അത് ഫുള്ള് വായിച്ചു നോക്കിയിട്ടുണ്ടോ ചോദിച്ചാൽ തന്നെ മതി. അത് ചെയ്തിട്ടുണ്ടാവില്ല. ഏതെങ്കിലും എടുത്ത് ഇവിടെ എഴുതി വിട്ടു, അത് അപ്പടി വാട്സപ്പിൽ ഒരു കഷ്ടമായിട്ട് വന്നു, അതും കൊണ്ട് അടക്കുക. ആ ഹദീസ് പൂർണ്ണമായും വായിച്ച ഒരാളൊരിക്കലും അത് പറയില്ല. അസ്സലാമു അലൈക്കും. പിന്നെ ഇവര് വ്യാപകമായി പ്രചരിപ്പിക്കുന്ന ഒരു ഹദീസാണ്. അതായത് 3 വിഭാഗക്കാർ സ്വർഗത്തിൽ പ്രവേശിക്കില്ല. അതിലൊരു വിഭാഗം സിഹറിൽ വിശ്വസിക്കുന്നവർ. ആ ഹദീസിന്റെ മത്തിന് ഒന്ന് പറയാം. ഇമാം അഹ്മദാണ് ഹദീസ് ഉദ്ധരിച്ചത്, സ്വഹീഹാണ്. 3 വിഭാഗം ആളുകൾക്ക് അല്ലാഹു സ്വർഗം ഹറാമാക്കിയിരിക്കുന്നു. ഒന്ന് മുദ്മിനുൽ ഖംരി, മദ്യത്തിന് അടിമപ്പെട്ടവൻ. വൽ ആഖിലി വാലിദൈഹി, മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്നവൻ. വദ്ദയ്യൂസ് അല്ലദീ യുഖിറു ഫീ അഹ്ലിഹിൽ ഖുബസ്,
തൻ്റെ കുടുംബത്തിൽ പിന്നെ തെറ്റായ കാര്യങ്ങൾക്ക് അഥവാ കുറ്റകൃത്യങ്ങൾക്ക് വ്യഭിചാരങ്ങൾക്കൊക്കെ അംഗീകാരം നൽകുന്ന കുടുംബനാഥൻ. ഇതിൽ ചില റിപ്പോർട്ടിൽ മുസദ്ദിഖുൻ ബിസ്സിഹ്ർ എന്നാണുള്ളത്. മുസദ്ദിഖുൻ ബിസ്സിഹ്ർ, സിഹിറിനെ സത്യപ്പെടുത്തുന്നവൻ. മുസദ്ദിഖുൻ ബിസ്സിഹ്ർ, സിഹിറിനെ സത്യപ്പെടുത്തുന്നവൻ. സിഹിറിനെ സത്യപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ സിഹിറിനെ യാഥാർത്ഥ്യം വിശ്വസിക്കുക എന്നല്ല അതിനർത്ഥം. അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ പറഞ്ഞ ഹദീസ് ഉദ്ധരിച്ച ആളുകൾ തന്നെ മറ്റേ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. ഇമാം അഹമ്മദ് ഉദ്ധരിച്ചു ഈ ഹദീസ്, അതേ ഇമാം അഹമ്മദ് സിഹിറിന് ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. ആ ഇമാം അഹമ്മദിന്റെ ശിഷ്യനാണ് ഇമാം ബുഖാരി. ആ ഇമാം ബുഖാരി ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പൊ സിഹിർ സത്യപ്പെടുത്താന്ന് പറഞ്ഞാൽ ഒന്ന്, സാഹിറുകൾക്ക് അപ്രമാദിത്വം കൽപ്പിച്ചിരുന്നു ജാഹിലിയ്യ കാലത്ത്. സിഹിർ ചെയ്യുന്ന ആൾക്ക് എന്തൊക്കെ ചില സിദ്ധികളുണ്ട്, അവർക്ക് ചില ഭൗതികമായ കഴിവുകളുണ്ട് എന്നായിരുന്നു അവരുടെ ധാരണ. അത് ഖുർആൻ തിരുത്തി. എന്നിട്ട് പറഞ്ഞു, ആ സിഹിർ കൊണ്ട് അള്ളാഹുവിന്റെ അനുമതി പ്രകാരമല്ലാതെ സിഹിർ കൊണ്ട് ഒരു ഉപദ്രവം ചെയ്യാൻ കഴിയില്ല. ആ അനുമതി ഏതാ? കാര്യകാരണ ബന്ധം. അള്ളാഹു തൃപ്തിപ്പെട്ട് കൊടുക്കാന്നുള്ള അനുമതിയല്ല. അനുമതി പല രൂപത്തിലുണ്ട്. ഷഫാഅത്തിന് ഒരു അനുമതിയുണ്ട്. സമാനമായ ആയത്താണ്. അനുമതി ഇല്ലാതെ ആരുണ്ട് ശുപാർശ ചെയ്യാൻ? ആ അനുവാദം ഏതാ? അള്ളാഹു തആല വാക്കാൽ അനുവാദം കൊടുക്കണം, നീ ശുപാർശ ചെയ്തോന്ന്. സിഹിറിൽ നീ സിഹിർ ചെയ്തോന്ന് അനുവാദം കൊടുക്കല്ല. അനുവാദം കൊടുത്താൽ പിന്നെ സിഹിർ ചെയ്യാൻ പറ്റുമല്ലോ? സിഹിർ ചെയ്താൽ കുറ്റം ഉണ്ടാവില്ലല്ലോ. സിഹിർ ചെയ്യാൻ പാടില്ല അള്ളാഹുവിന്റെ കൽപ്പന. പക്ഷെ അള്ളാഹു നിശ്ചയിച്ച ഒരു സംവിധാനമുണ്ട്, കാര്യകാരണ ബന്ധം. ആ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലാതെ സിഹിർ കൊണ്ട് അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പൊ സാഹിര്യങ്ങളുടെ മറകൾ പൊളിഞ്ഞു. സഹാബിമാർ നബിയോട് ചോദിച്ചു ജ്യോത്സ്യന്മാരെ പറ്റി. പ്രവാചകൻ പറഞ്ഞു, ലൈസു ബിശൈഇൻ, അവർ ഒന്നുമല്ല. അപ്പൊ സഹാബത്തിന്റെ ചോദ്യം, അവർ പറഞ്ഞ ചില കാര്യങ്ങൾ സത്യമാകുന്നുണ്ടല്ലോ നബിയെ. അപ്പൊ നബിയുടെ മറുപടി എന്താ? അത് ജിന്നുകൾ തട്ടിയെടുക്കുന്ന കട്ടികേൾക്കുന്ന വാർത്തകളാകുന്നു. അതിന്റെ കൂടെ 100 കളവ് കൂട്ടിച്ചേർത്ത് അവന്റെ ഏജന്റുമാർക്ക് എത്തിച്ചു കൊടുക്കും. അതാണ്. സംഗതി ക്ലിയറായി. ജോലിസ് കാര്യം പറഞ്ഞു, അതേപോലെ ശരിയായി. ശരിയായല്ലോ, ശരിയാകും. എന്തുകൊണ്ട്? അത് തട്ടിയെടുത്ത വിവരങ്ങൾ ഇവന്റെ കാതിൽ വന്ന് മന്ത്രിച്ചു കൊടുക്കുന്നു. കോഴി കുറുകുന്നത് പോലെ കുറുകി മന്ത്രിക്കുന്നു. അതിൽ 100 കളവുകൾ കൂട്ടിച്ചേർക്കുന്നു. അത് പ്രകാരമാണ് അവൻ പറയുന്നത്. അപ്പൊ എന്ത് മനസ്സിലായി? അവൻ അപ്രമാദിത്വമില്ല. അവന് ഇങ്ങനെ ഒരു സ്വകാര്യ ബന്ധം അപ്പുറത്തേക്കുണ്ട്. അവിടുന്ന് കിട്ടുന്ന വിവരങ്ങൾ മാത്രമേ ഉള്ളൂ. അതാണ് ബിഇദ്നില്ല, അള്ളാഹുവിന്റെ ഇതിന് അവൻ നിശ്ചയിച്ച കാര്യകാരണ ബന്ധം. ആ അടിസ്ഥാനത്തിലേ ഉണ്ടാകൂ. അതല്ല സാഹിറിന് ചില കഴിവുണ്ട്, സാഹിറിന് സിദ്ധിയുണ്ട്, അയാൾക്ക് ചില അപ്രമാദിത്വങ്ങളുണ്ട്, അയാൾ പറഞ്ഞാൽ ചെയ്താൽ അതുപോലെ സംഭവിക്കും എന്നൊക്കെയാണെങ്കിൽ മുസദ്ദിഖുൻ ബിസ്സിഹ്ർ എന്ന ഹദീസിനെ പരിധി അയാൾ വരും. സിഹിർ ചെയ്യാൻ പറ്റും, ചെയ്യിക്കാൻ പറ്റും, അത് പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല എന്നാണ് ധാരണയെങ്കിൽ അവനും ആ വകുപ്പിൽ വരും. അല്ലാതെ സിഹിറിന് യാഥാർത്ഥ്യമുണ്ട് എന്ന വിശ്വാസമല്ല മുസദ്ദിഖുൻ ബിസ്സിഹ്ർ. കാരണം ഹദീസ് ഉദ്ധരിച്ച ഇമാം അഹമ്മദ് അടക്കം സിഹിറിന് ഹഖീഖത്തുണ്ട് എന്ന അഭിപ്രായക്കാരനാണ്. ആ ഇമാം അഹമ്മദിന്റെ ശിഷ്യനായ ഇമാം ബുഖാരി സിഹിറിന് യാഥാർത്ഥ്യമുണ്ട് എന്ന പക്ഷക്കാരനാണ്. ആ ഇമാം അഹമ്മദിന്റെ ഉസ്താദും ശിഷ്യനുമായ ഇമാം ഷാഫി സിഹിറിന് യാഥാർത്ഥ്യമുണ്ട് എന്ന പക്ഷക്കാരനാണ്. മുസ്ലിം ലോകത്ത് അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരൊക്കെയും ആ നിലപാട് സ്വീകരിച്ചവരാണ്. ഏറ്റവും വിശദമായ ഏറ്റവും നല്ല വിശദീകരണം കിതാബ് തൗഹീദിന്റെ വ്യാഖ്യാനമായ ഇആനത്തുൽ മുസ്തഫീദ് ബിശ്റഹി കിതാബ് തൗഹീദ് എന്ന ഗ്രന്ഥത്തിൽ ഷെയ്ഖ് ഫൗസാൻ ഹഫിളഹുല്ലാഹ് ഏറ്റവും നല്ല വിശദീകരണം ഈ ഹദീസിന് അദ്ദേഹം നൽകിയിട്ടുമുണ്ട്. അല്ലാഹു അക്ബർ. അസ്സലാമു അലൈക്കും. സിഹറുമായി ബന്ധപ്പെട്ട കൂടുതൽ ചോദ്യങ്ങൾ ഈ ഒരു കാലഘട്ടത്തിൽ സ്വാഭാവികമാണ്. ഈ വിഷയത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളമുള്ള നിലപാട് എല്ലാ കാലഘട്ടത്തിലും ഒരേ ഒരു നിലപാടാണ്. 1960കളിൽ ഞാനൊക്കെ ജനിക്കുന്നതിൻ്റെ 10 കൊല്ലങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ട മുഹമ്മദ് അമാനി മൗലവിയുടെ ഖുർആൻ പരിഭാഷ. ആ പരിഭാഷയുടെ ഒരു പ്രത്യേകത മുഹമ്മദ് അമാനി മൗലവിയുടെ അഭിപ്രായങ്ങൾ അതിലില്ല എന്നതാണ്. മുൻകാല മുഫസ്സിരീങ്ങൾ പറഞ്ഞ അഭിപ്രായത്തെ ക്രോഡീകരിച്ച് വല്ലാഹു ആലം എന്ന് പറഞ്ഞ് അവതരിപ്പിച്ച ആ പരിഭാഷയിൽ 113-ാം അധ്യായമായ സൂറത്ത് ഫലക്കിന്റെ വ്യാഖ്യാനത്തിൽ ആ സൂറത്തിന്റെ അവതരണ പശ്ചാത്തലമൊക്കെ പറയുന്ന കൂട്ടത്തിൽ സിഹിറിന് യാതൊരു യാഥാർത്ഥ്യവും ഇല്ല, ഒരു ഉപകാരവും ഉപദ്രവവും ഉണ്ടാവില്ല എന്ന് പറയുന്ന ആളുകൾ അന്നും ഇന്നുമുണ്ട്. മുഅ്തസില വിഭാഗക്കാരിൽ നിന്നാണ് അതിൻ്റെ ഉത്ഭവം. അപ്പോൾ സിഹിറിൽ യാതൊരു യാഥാർത്ഥ്യവും ഇല്ല എന്ന് പറയുന്നത് പിഴച്ച വാദമാണ്. പിഴച്ച കക്ഷിയായ മുഅ്തസിലാക്കളാണ് അങ്ങനെ പറയുന്നത് എന്ന് അദ്ദേഹം എഴുതി വച്ചിട്ടുണ്ട്. അത് ഇപ്പോൾ എഴുതിയതല്ലല്ലോ. മാത്രമല്ല അത് കേരള എദ്വത്തുൽ മുജാഹിദീൻ എന്ന് ആ പരിഭാഷയുടെ മുമ്പിൽ തന്നെ കൊടുക്കുകയും
ആദ്യത്തെ പ്രസിഡന്റായ KM മൗലവിയുടെ മേൽനോട്ടത്തിലാണ് ആ പരിഭാഷ എഴുതപ്പെട്ടത്. രണ്ടാമത്തെ കാര്യം, വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായമായ സൂറത്ത് ബഖറയിലെ 102-ാമത്തെ ആയത്ത് നമുക്കൊക്കെ നോക്കാവുന്നതാണ്. മുഹമ്മദ് അമാലുവിയുടെ പരിഭാഷയിൽ അല്പം കൂടുതൽ വിശദീകരണം അതിന് കൊടുത്തിട്ടുണ്ട്. അഥവാ അള്ളാഹുവിന്റെ അനുമതിയോടുകൂടി അല്ലാതെ സിഹർ കൊണ്ട് യാതൊരു ഉപദ്രവവും ഉണ്ടാവുകയില്ല. അള്ളാഹുവിന്റെ അനുമതിയോടുകൂടി അല്ലാതെ അവർ ഒരു ഉപദ്രവവും ഉണ്ടാക്കുകയില്ല എന്നതും സിഹർ ഫലിക്കുന്ന കാര്യങ്ങൾ വളരെ കൃത്യമായി പ്രമാണബദ്ധമായി മുഹമ്മദ് അമാനി മൗലവി വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രസ്ഥാനത്തിന്റെ നിലപാട് പ്രാമാണികമാണ് ആ വിഷയത്തിൽ ആദ്യകാലം മുതൽ. മഹാനായ KM മൗലവിയുടെ പ്രബോധന കാലഘട്ടം എന്ന് പറയുന്നത് 1920കളുടെ കാലഘട്ടമാണ്. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും കൊടികുത്തി വാഴുന്ന കാലഘട്ടം. സിഹറും അതുപോലെ തന്നെ ജിന്നുബാധയുടെയും പേരിൽ ഇന്ന് നമ്മുടെ കരുനാഗപ്പള്ളിയിൽ സംഭവിച്ചതുപോലെ ക്രൂരമായ മർദ്ദനങ്ങളും കൊലപാതകങ്ങളും വരെ നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് KM മൗലവി പ്രബോധന ദൗത്യവുമായി മുന്നോട്ട് വരുന്നത്. ഇതെല്ലാം കണ്ട KM മൗലവി ജിന്നുബാധ, സിഹർ എന്നീ വിഷയങ്ങളിൽ അന്ന് പറഞ്ഞ നിലപാട് എന്തായിരുന്നു? ആദ്യം അദ്ദേഹം ജാഹിലിയ കാലഘട്ടത്തിലുള്ള സിഹറിനെ കുറിച്ചും അത് കാര്യങ്ങളും വിശദീകരിച്ചു. എന്നിട്ട് ഇവിടെ വിശദീകരിച്ചതുപോലെ സിഹർ കൊണ്ട് നേരിടുന്ന രീതി പറഞ്ഞു. അത് ഒരിക്കലും പാടില്ലെന്നും അത് നരകത്തിലേക്കുള്ള മാർഗമാണെന്നും വിശദീകരിച്ചു. അഥവാ സിഹർ ചെയ്യരുത്, ചെയ്യിപ്പിക്കരുത്, പകരം ചെയ്യരുത് ഒക്കെ വിശദീകരിച്ചു അദ്ദേഹത്തിൻ്റെതായ ഭാഷയിൽ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എന്നാൽ ഖുർആനിലെ ആയത്തുകൾ, അള്ളാഹുവിൻ്റെ നാമങ്ങൾ, ഗുണങ്ങൾ, നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥനകൾ എന്നിവയെ കൊണ്ട് മാരണമോ പിശാചുബാധയോ ഏറ്റിട്ടുണ്ടെന്ന് വിചാരിക്കപ്പെടുന്നവരെ ചികിത്സിക്കുന്നത് കൊണ്ട് ദോഷമില്ല. അപ്പൊ KM മൗലവി സിഹറില്ല, പിശാചുബാധയില്ല എന്നല്ല പറഞ്ഞത്. അങ്ങനെ വന്നാൽ പിശാചിനെ പ്രീതിപ്പെടുത്തുന്ന ചികിത്സകളും മറ്റും ചെയ്ത് നരകത്തിലേക്ക് പോകരുത്, അത് അന്ധവിശ്വാസമാണ്, അനാചാരമാണ്. അങ്ങനെ വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? ഖുർആനിലെ ആയത്തുകൾ, അള്ളാഹുവിന്റെ നാമങ്ങൾ, ഗുണങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥനകൾ എന്നിവയെ കൊണ്ട് സിഹർ ബാധയോ പിശാചുബാധയോ ഏറ്റിട്ടുണ്ടെന്ന് വിചാരിക്കപ്പെടുന്ന സന്ദർഭം, വളരെ സൂക്ഷ്മമായ പദപ്രയോഗമാണ്. ഒരാൾക്ക് സിഹർ ബാധിച്ചു, ജിന്നുബാധയുണ്ടായി, നമുക്ക് ഉറപ്പിച്ചു പറയാൻ സാധ്യമല്ല, കാരണം നമുക്ക് വഹയില്ല. അങ്ങനെ തോന്നിയാൽ ഇത് സിഹർബാധയാണോ, ഇത് ജിന്നുബാധയാണോ എന്ന് തോന്നിയാൽ നേരെ ഭീമാപ്പള്ളിക്ക് പോകല്ല, തങ്ങളെടുത്ത് പോകല്ല, നേരെ ഖുർആൻ ഓതിക്കോ. ഇനി അതല്ലെങ്കിൽ എന്താ, ഖുർആൻ ഓതിയ എന്താ പ്രശ്നം? അത്തരം സന്ദർഭങ്ങളിൽ ഖുർആൻ ഓതുകയാണ് വേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥന ഇതാണ് KM മൗലവിയുടെ ഫത്വ, KNMന്റെ 1-ാമത്തെ പ്രസിഡന്റ്. ഇപ്പോഴത്തെ വിശദീകരണം കേട്ടാൽ നമുക്ക് തോന്നും KM മൗലവി അന്ധവിശ്വാസിയായിരുന്നു എന്ന്. ഈ പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റ് ഒരു അന്ധവിശ്വാസിയായിരുന്നു എന്നിടത്തേക്ക് അന്ന് ചേകനൂരിന് എന്ത് പരാതിയാണോ KM മൗലവിയെ കുറിച്ചുള്ളത്, അതേ പരാതിയിലേക്ക് നമ്മുടെ ചില ആളുകൾ എത്തി. അവിടെയാണ് വിഷയം. ഇനി ഇവിഷയത്തിൽ ഉറച്ച നിലപാട് സ്വീകരിക്കുകയും സിഹർ ഫലിക്കുകയാണെന്ന് വിശ്വസിച്ചാൽ അത് ശിർക്കാണ് എന്ന് പറയുകയും മൗലവി വിഭാഗക്കാർ മുശിരിക്കുകൾ എന്ന് ബഹുമാന്യനായ അബ്ദുസ്സലാം സുല്ലമി ഇന്റർവ്യൂ കൊടുത്തത് സെൻസിംഗ് മാസികക്കാണ്, കാന്തപുരം വിഭാഗത്തിന്റെ. അപ്പോ ഇന്റർവ്യൂ കൊടുത്ത രംഗം ആലോചിച്ച് നോക്കിയേ. അപ്പോ മൗലവി എന്നിട്ട് അദ്ദേഹം പറയുന്നു AP അബ്ദുൽ ഖാദർ മൗലവി മുശിരിക്കാണ്, കാരണം അദ്ദേഹം സിഹർ ഫലിക്കുന്നു വിശ്വസിക്കുന്ന ആളാണ്. അപ്പോൾ AP അബ്ദുൽ ഖാദർ മൗലവി സിഹറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ KNMന്റെ നിലപാടിലാണ്. അപ്പോൾ അതിൽ മുജാഹിദ് പ്രസ്ഥാനത്തിൽ പുതിയ വാദം ബഹുമാന്യരായ മടവൂർ വിഭാഗക്കാർ കൊണ്ടുവന്നു. അവരുടെ വേദികളിൽ പറഞ്ഞു, തിരുവനന്തപുരത്ത് പോലും ക്ലാസ് നടത്തി സിഹർ ഫലിക്കൂല എന്ന് പറഞ്ഞു. എന്നാൽ 2005-ലും 2004-ലും 2005-ലും പിരിഞ്ഞതിന് ശേഷം 3 വർഷം കഴിയുമ്പോഴും ശബാബ് കൊടുക്കുന്ന ഫത്വ ബുഖാരി ഹദീസ് സ്വഹീഹാണ്. നമുക്കൊരു കാര്യത്തെക്കുറിച്ച് വിവരമില്ലെന്ന് കരുതി നിഷേധിച്ചാൽ പരലോകത്ത് ബുദ്ധിമുട്ടാകും. സിഹറുമായി ബന്ധപ്പെട്ട ഹദീസിന്റെ പരമ്പരയിൽ അവിശ്വസനീയരായ ആരും തന്നെയില്ല. അതുകൊണ്ട് അത് ശരിയാണ്. ആരാ ഫത്വ കൊടുക്കുന്നത്? ഫത്വ കോളത്തിൽ ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദനി. അപ്പോൾ വാദിക്കില്ല എന്ന് പറയുന്നത് ഒറ്റപ്പെട്ടൊരു വാദമാണ്. ആ ശരിയായ വാദത്തിലാണ് ഇപ്പോൾ മുജാഹിദുകൾ ഉള്ളത്. എന്നാൽ ഫലിക്കില്ല എന്ന് പറഞ്ഞ് ഖുത്വ നടത്തുന്നവരുമായി യോജിക്കണം, അവരുമായി ഐക്യത്തിലാകണം എന്ന്
നിലവിലുള്ള KNMന്റെ നേതൃത്വത്തിലെ ചിലർ പറയുമ്പോൾ എന്തിനായിരുന്നു നമ്മൾ 10 കൊല്ലം അവരുമായി യുദ്ധം ചെയ്തത് എന്നതാണ് നമ്മുടെ തിരിച്ചുള്ള ചോദ്യം. അപ്പൊ അതുകൊണ്ട് കാലികമായൊരു ബന്ധം സിഹറുമായി ബന്ധപ്പെട്ടൊരു വിഷയത്തിനുണ്ട്. ഇപ്പൊ കുറച്ച് ആൾക്കാർ സിഹർ പലിക്കുമെന്ന് പറഞ്ഞതല്ല, നേരത്തെ ഖുർആനിലും ഹദീസിലുള്ള കാര്യം. ബഹുമാനായ KV അബ്ദുൽ ലത്തീഫ് മൗലവി ഈ അടുത്ത് ഈ വിവാദങ്ങൾ കത്തി നിൽക്കുമ്പോൾ അദ്ദേഹം കണ്ണൂർ ജില്ലയിലെ കല്ലിക്കണ്ടിയിൽ വെച്ച് പ്രസംഗിച്ചു. മാഹും ബിലാദീന ബിഹി മിൻ അഹദിൻ, സിഹർ കൊണ്ട് ആരെയും ഉപദ്രവിക്കാൻ പറ്റൂല, അത് ഖുർആന്റെ നസ്സാണ്. എന്റെ ബാക്കി എന്താ അറിയോ? ഇല്ലാ ബിഇദ്നില്ല, അള്ളാന്റെ അനുമതി കൂടി അല്ലാതെ. പവിത്രമായ ഒരു പ്രസ്ഥാനത്തിന്റെ വേദിയിലിരുന്ന് ഇല്ലാ ബിഇദ്നില്ല എന്ന ഭാഗം കട്ട് ചെയ്ത് നമ്മൾ ഇതുവരെ പഠിപ്പിച്ച പ്രമാണബദ്ധമായ ആശയത്തിൽ നേർവിപരീതം ഇല്ലാ ബിഇദ്നില്ല ഒഴിവാക്കി അദ്ദേഹം അവതരിപ്പിക്കുമ്പോൾ അദ്ദേഹത്തിന് ആ വേദിയിൽ നിൽക്കാം, തുടരാം, പുറത്തൊന്നും പോണ്ട. എന്നാൽ ആ നിലപാടിൽ ഉറച്ചു നിൽക്കണം. ആരും ഇവിടെ ജിന്നുസൂർ അനാവശ്യമായിട്ട് വിഷയാക്കിയിട്ടില്ല. മറിച്ച് പ്രമാണത്തിനെതിരെ പറഞ്ഞാൽ പ്രമാണത്തിലുള്ളത് പറയാതിരിക്കാൻ നിർവാഹമല്ല. അത് പറയുന്നവർ നിങ്ങളൊക്കെ പുറത്ത്, ഖുർആൻ ആയത്ത് കട്ട് ചെയ്ത് അവതരിപ്പിക്കുന്നത് അകത്ത്. അവിടെ അതാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ ഇൻഷാ അല്ലാഹ് കാര്യങ്ങൾ കൃത്യമായി ജനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു എന്നതിൽ സന്തോഷമുണ്ട്. ഒരു കെട്ട് ചോദ്യം ഏകദേശം നാളെ സുബഹി കഴിഞ്ഞാലും മറുപടി പറഞ്ഞ് തീരാൻ പറ്റാത്ത അത്ര ചോദ്യങ്ങൾ ഇവിടെ കിട്ടിയിട്ടുണ്ട്. സ്വാഭാവികമായി സഹോദരിമാരൊക്കെ എന്താ ഞങ്ങൾ കൊടുത്ത ചോദ്യം എന്താ എന്നിട്ട് പറയാത്തെന്നൊക്കെ വിചാരിക്കുന്നുണ്ടാകും. ഇന്ന് മനസ്സിലാകേണ്ടത്, നമുക്ക് ഈ ഒരു ചെറിയൊരു പരിപാടിയിൽ ഏകദേശം 1 മണിക്കൂറിനുള്ളിൽ മാത്രമുള്ള ഒരു പരിപാടിയിൽ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറയാൻ സാധിക്കില്ല. പക്ഷേ ഇതേപോലെയുള്ള പഠന സംഗമങ്ങളും അതിലുപരി CD അതുപോലെ തന്നെയുള്ള കാര്യങ്ങൾ കേൾക്കലും പഠിക്കലും അനിവാര്യമാണ് എന്നൊരു മഹത്തായ സന്ദേശം ഇവിടെ കിട്ടിയ ഒട്ടേറെ ചോദ്യങ്ങൾ, ജമ്മ് കസർ പോലുള്ള വിഷയങ്ങൾ, സഹോദരിമായ സ്ത്രീകൾ ധാരാളം കണക്കിന് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. എവിടെ വരെ എത്താൻ കഴിയുമെന്നറിയില്ല. കൂട്ടത്തിലൊരു കാര്യം, അടുത്ത ആഗസ്റ്റ് 9-ാം തീയതി 2ാം ശനി ഞായറാഴ്ച ഗൾഫ് രാഷ്ട്രങ്ങളിലുള്ള, ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള, ഗൾഫ് മാത്രമല്ല ലോകത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നും പല സ്ഥലത്തും വെക്കേഷൻ ആയതുകൊണ്ട്, നോമ്പായതുകൊണ്ട് പലരും നാട്ടിലുണ്ട്. അവർക്ക് വേണ്ടിയുള്ള ഒരു വൈജ്ഞാനിക സംഗമം കോഴിക്കോട് വെച്ച് നടക്കുന്നുണ്ട്. ആഗസ്റ്റ് 9-ാം തീയതി സ്പാൻ ഓഡിറ്റോറിയത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ ഹാളിലാണ് അത് നടക്കുന്നത്. രാവിലെ 9 മണിയോടുകൂടി പരിപാടി ആരംഭിക്കും. ഈ ശബ്ദം ശ്രവിക്കുന്നവരൊക്കെ തൊട്ടടുത്തൊരു ഗൾഫുകാരൻ നാട്ടിലുണ്ടെങ്കിൽ അയാളെ കോഴിക്കോട്ട് എത്തിക്കാൻ അയാളോട് പറയണം. ഘടകങ്ങൾ ആ നിലക്ക് സംഘടനാപരമായ ഒരു അറിയിപ്പായി ഇത് എടുക്കണം എന്നുകൂടി കൂട്ടത്തിൽ ഓർമ്മിക്കുന്നു. ഒപ്പം 9, 10 തീയതികളിൽ ഗൾഫിലുള്ള കുട്ടികൾ, ഇപ്പോൾ നാട്ടിൽ വന്നവർക്കൊരു ക്യാമ്പും കോഴിക്കോട്ട് നടക്കുന്നുണ്ട്. അത് ഗൾഫിലെ രക്ഷിതാക്കളുടെ ആവശ്യപ്രകാരം നടത്തുന്ന ഒരു ക്യാമ്പാണ്. അവരെ രാവിലെ തന്നെ എത്തിച്ചാൽ അവർക്ക് ആ ക്യാമ്പിൽ പ്രവേശിക്കാം, രക്ഷിതാക്കൾക്ക് ഈ ക്യാമ്പിൽ ഇരിക്കുകയും ചെയ്യും. ആഗസ്റ്റ് 9-ാം തീയതി നമ്മുടെ വിസ്ഡമിന്റെ ഭാഗമായി ഗ്ലോബൽ ഇസ്ലാമിക് മിഷന്റെ ഭാഗമായുള്ള ഗ്ലോബൽ ഇസ്ലാഹി മീറ്റ് ആഗസ്റ്റ് 9-ന് നടക്കുകയാണ്. ആ കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ചോദിച്ചോട്ടെ. നേർച്ചയുമായി ബന്ധപ്പെട്ട് ചോദിച്ച ചോദ്യത്തിന് പറഞ്ഞ മറുപടിയിൽ പള്ളിയിൽ, ഇപ്പോൾ ഈ പള്ളിയിൽ ഇത്തിക്കാഫിരിക്കാൻ നിയ്യത്ത് ചെയ്താൽ ഈ പള്ളിയിൽ തന്നെ ഇരിക്കൽ നിർബന്ധമാണെന്ന് പറഞ്ഞു. എന്നാൽ ഇമാം നവവി റളിയല്ലാഹു അൻഹുവിൻ്റെ റിയാദുൽ സാലിഹീനിൽ ഞാൻ വായിച്ചതായിട്ട് ഓർക്കുന്നു, 3 പള്ളികൾ, മക്കത്തെ പള്ളി, മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ അഖ്സ, പിന്നെ മസ്ജിദുൽ നബവി, ഈ 3 പള്ളികളിലേക്ക് ഒഴികെ ബാക്കി ഏത് പള്ളിയിലും നെയ്യത്ത് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഏതെങ്കിലും പള്ളിയിൽ ചെയ്താൽ മതി, ആ 3 പള്ളി ഒഴികെ എന്ന് വായിച്ചതായിട്ട് ഓർക്കുന്നു. അതിനെക്കുറിച്ചൊരു മറുപടി പ്രതീക്ഷിക്കുന്നു. അതിന് പ്രത്യേകം പുണ്യമുള്ള എഴുത്തികാഫ് ആ 3 പള്ളിയാണുള്ളത്. ലാ എഴുത്തികാഫ ഇല്ലാ ഫിൽ മസാജിദ് സലാസ, 3 പള്ളിയിലല്ലാതെ എഴുത്തികാഫില്ല എന്ന ഹദീസുണ്ട്. അതിന്റെ ഉദ്ദേശം ഇതാണ്, പൂർണ്ണമായ അർത്ഥത്തിലുള്ള ആ പരിപൂർണമായ എഴുത്തികാഫ് ആ 3 പള്ളിയിലേ ഉള്ളൂ. അപ്പൊ ആ 3 പള്ളിയിൽ എത്തികാഫിക്കാൻ തീരുമാനിച്ചാൽ മറ്റൊരു പള്ളിയിൽ ഇരുന്നാൽ പൂർത്തിയാവില്ല. ഒരാൾ മക്കത്തെ പള്ളിയിൽ എത്തികാഫിക്കാൻ തീരുമാനിച്ചു, പകരം ഇവിടുത്തെ പള്ളിയിൽ എത്തികാഫിരുന്നു എങ്കിൽ അതൊരിക്കലും തുല്യമാവില്ല. അതേപോലെ മദീന പള്ളി അല്ലെങ്കിൽ മസ്ജിദുൽ അഖ്സ, അവിടെ എത്തികാഫിരുന്നാൽ ഇരിക്കാൻ തീരുമാനിച്ചാൽ അല്ലാത്ത പള്ളിയിൽ ഇരുന്നാൽ അത് ശരിയാവില്ല എന്നത് തർക്കമില്ലാത്ത വിഷയമാണ്. പിന്നെ അതിനുള്ള ഒരു ചർച്ചാ വിഷയം, ഇപ്പോൾ ഒരാൾ മദീന പള്ളിയിൽ എത്തികാഫിക്കാൻ തീരുമാനിച്ചു, പക്ഷെ അത് മക്ക പള്ളിയിൽ പോയി എത്തികാഫിരുന്നു എങ്കിൽ അതിന്റെ വിധി എന്ത്? അത് ചർച്ചയുണ്ട്. കാരണം മദീന പള്ളിയേക്കാൾ പുണ്യമുള്ള പള്ളിയാണ് മക്കയിലെ പള്ളി. അതുകൊണ്ട് അത് പറ്റുമെന്നും പറ്റില്ല എന്നുമുള്ള ചർച്ചകൾ പണ്ട് ലോകത്തുണ്ട്. അതേപോലെ ബൈത്തുൽ മുഖദ്ദസിൽ ഇരിക്കാൻ തീരുമാനിച്ചു, അതിന് പകരം അയാൾ മദീനത്തോ മക്കത്തോ പോയിരുന്നാൽ വിധി എന്ത് എന്ന് ചർച്ചയുണ്ട്. മറ്റേത് എല്ലാ പള്ളികളും പുണ്യത്തിൽ ഒരുപോലെയാണ്. എല്ലാ പള്ളിയും, ഈ 3 അല്ലാത്ത ബാക്കി എല്ലാ പള്ളികളും പുണ്യത്തിൽ ഒരുപോലെയാണ്. അതിന് പ്രത്യേക പുണ്യം കാണിച്ചുകൊണ്ട് ഒരു പള്ളി തിരഞ്ഞെടുക്കാൻ പാടില്ല.
എന്നാൽ ഒരാൾ ഒരു പള്ളി പ്രത്യേകം നിയത്ത് ചെയ്ത് ഈ പള്ളി ഇത്തികാഫിരിക്കും എന്നാണ് നേർച്ചയാക്കിയതെങ്കിൽ ആ നേർച്ച അയാൾ അങ്ങനെ തന്നെയാണ് വീട്ടേണ്ടത്. ഇനി അതല്ല സമാനമായി മറ്റൊരു പള്ളി തിരഞ്ഞെടുത്താൽ അയാൾ നേർച്ച പൂർത്തിയാകുമോ, അയാൾക്ക് അതിന് വേറെ പ്രശ്നങ്ങളുണ്ടോ, കുറ്റമുണ്ടോ, തെറ്റുണ്ടോ എന്നുള്ള വിഷയത്തിൽ പണ്ട് ലോകത്ത് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളുണ്ട്. ഷാഫി മദ്ഹബ് പ്രകാരം സമാനമായ 7 പള്ളിയും അയാൾക്ക് പറ്റും. ഈ 3 പള്ളി മാത്രമേ പ്രശ്നമുള്ളൂ. ആ 3 പള്ളിയിൽ ഇന്ന പള്ളി എന്ന് പറഞ്ഞാൽ ആ പള്ളി തന്നെ വേണം, അല്ലെങ്കിൽ അതിനേക്കാൾ പുണ്യമുള്ള പള്ളി വേണം. അല്ലാത്ത പള്ളികൾ ജുമായുള്ള 7 പള്ളിയിലും ഇത്തികാഫിരിക്കാം. ഷാഫി ഇമാമിന്റെ അഭിപ്രായ പ്രകാരം ജുമായുള്ള പള്ളിയിലെ ഇത്തികാഫ് പാടുള്ളൂ, അല്ലാത്ത പള്ളിയിൽ ഇത്തികാഫ് പാടില്ല. അപ്പം അത് പണ്ട് ലോകത്തുള്ള വിശദമായൊരു ചർച്ചയാണ്. അതുകൊണ്ടാണ് അത്തരമൊരു വിഷയം വന്നിട്ടുള്ളത്. അത് റിയാസുനയിൽ വന്നിട്ടുള്ള എനിക്ക് ഓർമ്മയില്ല. ഷറഹ് മുഹദബിലുണ്ട്, ഷറഹ് മുസ്ലിമിലുണ്ട്, അതേപോലുള്ള വിശദമായ ഗ്രന്ഥങ്ങളിലൊക്കെ വിശദമായി ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും സൂക്ഷ്മത അതാണ്. ഇന്ന പള്ളിയെ പ്രത്യേകം തഴയും ചെയ്ത് അയാൾ നേർച്ചയാക്കുന്നുവെങ്കിൽ ആ പള്ളി തന്നെ അയാൾ തിരഞ്ഞെടുക്കാൻ ഏറ്റവും സൂക്ഷ്മമായ നിലപാട് അതിൽ. അല്ലാഹു അഅലം. ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഒരു 4-5 ചോദ്യം ജംഅ് ഖസ്റുമായി ബന്ധപ്പെട്ടാണ്. ജംഅ് ഖസ്ർ വിശദീകരിക്കണം എന്ന് പറഞ്ഞിട്ടൊരു 4-5 ആളുകൾ ചോദിച്ചിട്ടുണ്ട്. ജംഅ് ഖസ്ർ രണ്ടും 2 നിയമങ്ങളാണ്. ഒന്ന് ജംഅ്, മറ്റൊന്ന് ഖസ്ർ. ജംഅ് എന്നുള്ളത് 2 നമസ്കാരങ്ങളെ ഒരു സമയത്ത് ചേർത്ത് നിസ്കരിക്കൽ, അതാണ് ജംഅ്. ഇപ്പോൾ ളുഹറിന്റെ സമയത്ത് ളുഹറും അസ്റും നിസ്കരിക്കുക, അല്ലെങ്കിൽ അസ്റിന്റെ സമയത്ത് ളുഹറും അസ്റും നിസ്കരിക്കുക. മഗ്രിബിന്റെ സമയത്ത് ഇശാവും മഗ്രിബും നിസ്കരിക്കുക, അല്ലെങ്കിൽ ഇശാന്റെ സമയത്ത് മഗ്രിബും ഇശാവും നിസ്കരിക്കുക. ഇതാണ് ജംഅ്. യാത്രക്കാർക്ക്, രോഗികൾക്ക്, മറ്റു പ്രതിബന്ധങ്ങൾ ഉള്ളവർക്ക് എല്ലാം ഹദീസുകളിൽ അതിന് ന്യായം നൽകിയിട്ടുണ്ട്. യാത്രക്കാർ മാത്രമല്ല അല്ലാത്തവർക്കും ജംഅ് ഉണ്ട്. മഴ ആണെങ്കിൽ ജംഅ് ചെയ്യാം. ശക്തമായ മഴ പെയ്യുന്നു, ഇപ്പം മഗ്രിബ് സമയത്ത് മഴയുണ്ട്. ഈ തിരിച്ച് വീട്ടിൽ പോയി ഇശാക്ക് പള്ളിക്ക് വരാൻ നമുക്ക് പ്രയാസമുണ്ട്. മഴ പെയ്താൽ നമുക്ക് വരാൻ കഴിയില്ല, നമുക്ക് ചളിയും അതേപോലെ വെള്ളമൊക്കെ ഉണ്ടാവും. എങ്കിൽ പള്ളിയിൽ തന്നെ ഔദ്യോഗികമായി മഗ്രിബിന് ശേഷം ഇശാ ജമാഅത്ത് നടത്തി പള്ളിയും പൂട്ടി പോകാൻ അനുവാദമുണ്ട്. ഞാൻ അവിടെ പള്ളി ജമാഅത്ത് നടത്തുന്നില്ല, അയാൾക്ക് എന്താ ഇശാ സ്കെച്ച് വേണമെങ്കിൽ പോകാം. ഗൾഫ് നാട്ടിലൊക്കെ അത് മഴ പെയ്താൽ എന്ത് ചെയ്യും, ജമാഅക്കി ഒരു പോകും. അവരത് പ്രാവർത്തികമാക്കാറുണ്ട്. അതേപോലെ രോഗികൾക്ക് ഓരോ സമയത്ത് ഒതു കൊടുക്കാൻ പ്രയാസമുണ്ട്. ഒതു ചെയ്യാൻ ചിലപ്പോൾ സഹായി വേണം, സഹായി കിട്ടാനില്ല, അല്ലെങ്കിൽ വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് വേണം വേഗം നിസ്കരിക്കാൻ. എങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, 2 നിസ്കാരം ഒരു സമയത്ത് ജംഅ് ചെയ്യാം. ഈ 2 രൂപത്തിൽ ഇങ്ങോട്ടും ജംആക്കാം, അങ്ങോട്ടും ജംആക്കാം. അപ്പോൾ അയാൾ നിയ്യത്ത് ചെയ്യാം. ളുഹറിന്റെ സമയത്ത് അയാൾ നിസ്കരിക്കുന്നില്ലെങ്കിൽ അയാൾ നിയ്യത്ത് ചെയ്യാൻ ഞാൻ ളുഹർ അസ്റിന്റെ കൂടെ ജംആക്കാൻ തീരുമാനിച്ചു എന്ന് അയാൾ മനസ്സിൽ വിചാരിക്കുക. എങ്കിൽ അയാൾക്ക് അസ്റിന്റെ സമയം കഴിയുന്നവരെ ളുഹറിനും കൂടി സമയമുണ്ട്, അയാൾക്ക് അതിനിടയ്ക്ക് നിസ്കരിച്ചാലും മതി. അല്ലെങ്കിൽ അസ്റിനാണെങ്കിൽ പ്രയാസം, യാത്ര പോവുകയാണ്, ഉച്ചക്ക് 1 മണിക്ക് പുറപ്പെടുകയാണ്, അസ്റിന്റെ സമയത്ത് യാത്രയിലായിരിക്കും. അപ്പം അയാൾക്ക് എന്ത് ചെയ്യാം, ളുഹറിന്റെ കൂടെ അസ്റും കൂടെ ഇങ്ങോട്ട് മുന്തിച്ച് ജംആക്കാം. അയാൾ അങ്ങനെ നിയ്യത്ത് ചെയ്യാം. ഇന്ന് ളുഹർ നിസ്കരിക്കും, ബാങ്ക് വിളിക്കുക, ഇഖാമത്ത് വിളിക്കുക, ളുഹർ നിസ്കരിക്കുക. സലാം വീട്ടിക്കഴിഞ്ഞാൽ എണീറ്റ് ഇഖാമത്ത് വിളിച്ച് അസ്റും നിസ്കരിക്കുക, 4 റക്അത്ത്. അതാണ് ജംഅ്. ളുഹറും അസ്റും പറ്റും, മഗ്രിബും ഇശാവും പറ്റും. അസ്റും മഗ്രിബും തമ്മിൽ പറ്റില്ല, സുബ്ഹി എങ്ങോട്ടും പറ്റില്ല. ളുഹറും അസ്റും അങ്ങോട്ടോ ഇങ്ങോട്ടോ ആവാം, മഗ്രിബും ഇശാവും അങ്ങോട്ടോ ഇങ്ങോട്ടോ ആവാം. അതാണ് ജംഅ്. ഖസ്ർ എന്നുള്ളത് യാത്രക്കാരനുള്ള വിധിയാണ്. 4 റക്അത്ത് നിസ്കാരം 2 റക്അത്തായി ചുരുക്കി നിസ്കരിക്കുക, അതാണ് ഖസ്ർ. യാത്രക്കാരന് യാത്ര പുറപ്പെട്ട് തൻ്റെ ഗ്രാമം വിട്ട് കഴിഞ്ഞാൽ ഖസ്ർ ആരംഭിക്കാം. ഇപ്പം ഇവിടെ നിന്നുള്ള യാത്ര പോവുകയാണെങ്കിൽ ഈ പ്രദേശം, ഈ ടൗണ്, അതിൻ്റെ ബൗണ്ടറി കടന്നുകാൽ അയാൾക്ക് ഖസ്റാക്കാം. അയാൾ ഉച്ചയ്ക്ക് വീട്ടിൽ നിന്ന് പുറപ്പെടുന്നു, കോഴിക്കോട്ടേക്ക് പോവുകയാണ്, 2 മണിക്ക് ട്രെയിന് അയാൾ കയറുന്നു. ളുഹറും അസ്റും അയാൾ വീട്ടിലെന്നോ അല്ലെങ്കിൽ അയാളെ നാട്ടിലെ പള്ളിയിൽ നിന്നോ നിസ്കരിക്കുന്നുവെങ്കിൽ അവിടെ ഖസ്ർ പറ്റില്ല, ജംഅ് പറ്റും. ളുഹർ 4 നിസ്കരിക്കുക, അസ്റും 4 നിസ്കരിക്കുക, എന്നിട്ട് പുറപ്പെടാം. അപ്പം ഖസ്റില്ല, കാരണം യാത്ര ആരംഭിച്ചിട്ടില്ല. യാത്ര ആരംഭിച്ച് നമ്മുടെ ഗ്രാമം വിട്ടാൽ ഖസ്റുമാക്കാം. ഇവിടുന്ന് പോയി ഒരു 5 കിലോമീറ്റർ 10 കിലോമീറ്റർ അപ്പുറം പോയിട്ടുള്ള പള്ളിയിൽ നിസ്കരിക്കുകയാണ് എങ്കിൽ അയാൾക്ക് ജംഉം ചെയ്യാം, ഖസ്റും ചെയ്യാം. തിരിച്ചു വരുമ്പോഴും അങ്ങനെ തന്നെ. തിരിച്ചു വരുമ്പോൾ അയാൾ ട്രെയിനിലാണ്, മഗ്രിബിന്റെ സമയത്ത് യാത്രയിലായി, അപ്പം മഗ്രിബ് ഇശാനെ കൂടെ ജംആക്കാൻ അയാൾ തീരുമാനിച്ചു. അങ്ങനെ അയാൾ നാട്ടിലേക്ക് എത്തി, വീട്ടിൽ വന്നിട്ടാണ് മഗ്രിബും ഇശാവും നിസ്കരിക്കുന്നത് എങ്കിൽ 3ഉം 4ഉം നിസ്കരിക്കണം. അവിടെ ഖസ്റില്ല, ജംഅേ ഉള്ളൂ, കാരണം യാത്ര അവസാനിച്ചു. അയാൾ ഗ്രാമത്തിലേക്ക് എത്തിയാൽ അയാൾ യാത്ര അവസാനിച്ചു, അയാൾ പിന്നെ നാട്ടിലേക്ക് എത്തി. ഗ്രാമത്തിലേക്ക് എത്തുന്നത് വരെ തൊട്ടപ്പുറത്തെ ഗ്രാമത്തിൽ നിന്നാണെങ്കിൽ പോലും അയാൾക്ക് എന്ത് ചെയ്യാം, ഖസ്ർ ചെയ്യാം. അലി റളിയല്ലാഹു അൻഹു നാട്ടിലേക്ക് എത്തുന്നതിന് തൊട്ട് മുമ്പായി ജംഉ ഖസ്റുമായി നിസ്കരിച്ചപ്പോൾ കൂടുതൽ ആൾ ചോദിച്ചു, നമ്മുടെ യാത്ര കഴിഞ്ഞില്ലേ, ഇനി നമ്മൾ തീർക്കണോ? അദ്ദേഹം പറഞ്ഞു, നമ്മുടെ ഗ്രാമത്തിലെ വീടുകൾ കാണുന്നത് വരെ നമുക്ക് എന്തുണ്ട്, ഈ ആനുകൂല്യമുണ്ട്.
അപ്പം നമ്മുടെ പ്രോപ്പർ ഏരിയ ആ ഗ്രാമത്തിലേക്ക് എത്തുന്നത് വരെ ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 3 മൈൽ പുറപ്പെട്ടാൽ ജംഉം ഖസ്റുമാക്കുമായിരുന്നു. ഇമാം ബുഖാരി ധരിച്ച ഹദീസാണ്. 3 മൈൽ പുറപ്പെട്ടത്, യാത്ര ദീർഘമാണ്. ആ യാത്രയിൽ 3 മൈൽ അഥവാ 5.6 കിലോമീറ്റർ, അതാണ് 3 മൈൽ. 5.5 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നബി ഈ ഇളവ് എടുക്കാൻ ആരംഭിക്കുമെന്നാണ് ആ ഹദീസിന്റെ അർത്ഥം. അല്ലാതെ 5 കിലോമീറ്ററുള്ള യാത്രക്ക് ജമാക്കാന്നുള്ളതല്ല. അതിനങ്ങനെ മനസ്സിലാക്കിയ ചില ആളുകളുണ്ട്, അത് ശരിയല്ല. ഹദീസിന് അങ്ങനെ ചിലർ മനസ്സിലാക്കിയിട്ടുണ്ട്. 3 മൈൽ പോയാൽ തന്നെ ജമാക്കാം, പറഞ്ഞു 3 മൈൽ പോയാൽ തന്നെ ജമാക്കാം എന്ന് ചിലർ പറയാറുണ്ട്. ശരിയല്ല. അത് ഈ ഹദീസിന്റെ ബാഹ്യാർത്ഥം നോക്കി അവർ പറഞ്ഞു പോയ ഒന്നാണ്. അത് ശരിയല്ല. യാത്ര 3 മൈലാണ് എന്നില്ല. 3 മൈലാണ് 5.5 കിലോമീറ്ററേ ഉള്ളൂ. അതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം. ഒരു ദിവസം ഒരു കുത്തുബയിൽ ബാലുശ്ശേരി പ്രസംഗിച്ചു, യൗമുൽ ജുമുഅയ്ക്ക് ജമ്മും കസ്റുമില്ല എന്ന് പറയാം. അപ്പൊ ഇന്നത്തെ കാലത്ത് ഇപ്പോൾ 5.5 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നല്ല മത്സ്യം വാങ്ങാൻ വേണ്ടി 10 കിലോമീറ്റർ പോണ കാലം ഇപ്പം. വീട്ടിൽ ഗസ്റ്റ് ഉണ്ട്, അപ്പം നമ്മൾ മാർക്കറ്റിൽ നിന്ന് മീൻ വാങ്ങിയാൽ ശരിയാവില്ല, എന്നാൽ ടൗണിൽ പോവുക, ഒരു 10 കിലോമീറ്റർ വണ്ടി എടുത്ത് ഓടും. ചിലപ്പോൾ ജുമാക്ക് വരാൻ വേണ്ടി 10 കിലോമീറ്റർ സഞ്ചരിച്ച് വരുന്നത്, 10-15 കിലോമീറ്റർ ഓടിയിട്ടാവും ജുമാക്കും ജമാഅത്തിനും ഇപ്പോൾ പള്ളിക്ക് വരുന്നത്. അപ്പം 3 മൈൽ പോയാൽ ജമാക്കി എന്നുള്ളത് എന്തല്ല, 3 മൈൽ യാത്ര ചെയ്താൽ തന്നെ ഓന് ജമ്മു കസ്ർ എടുക്കാം എന്നുള്ളതല്ല. ഒരു യാത്രക്കാരന് 3 മൈൽ 5.5 കിലോമീറ്റർ പിന്നിട്ടാൽ പിന്നിട്ടാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത് നമ്മുടെ ഗ്രാമം എത്തുന്നത് വരെ നമുക്ക് എന്തുണ്ട്, ആ ഇളവുണ്ട് എന്നാണ്. അതാണ് അതിലെ പ്രാഥമികമായ നിയമങ്ങൾ. പിന്നെ പണ്ട് ലോകത്ത് ഇതിന്റെ ദൂരത്തെപ്പറ്റി ചർച്ചയുണ്ട്. എത്ര കിലോമീറ്റർ സഞ്ചരിച്ചാലാണ് ജംഉം ഖസ്ർ എടുക്കാൻ പറ്റുക? അതിന് ചർച്ച വരാൻ കാരണം എപ്പോഴാണ് സഫർ എന്ന് പറയുക എന്നതാണ്. യാത്ര എന്ന് എപ്പോൾ പറയാം, യാത്ര എന്ന് എപ്പോൾ പറയാൻ പറ്റുമോ അപ്പം എന്ത് ചെയ്യാം, ജംഉം ഖസ്ർ ആക്കാം. അപ്പൊ അത് എപ്പോഴാണ് യാത്ര? അപ്പൊ സാധാരണഗതിയിൽ നാട്ടിൽ എനിക്കൊന്നൊരു യാത്രയുണ്ട് എന്ന് നമ്മൾ എപ്പോഴാണോ പറയുക, അതന്നെയാണ് അതിന്റെ പരിധി. അതിന് കിലോമീറ്ററിനേക്കാളേറെ യാത്രാ സ്വഭാവങ്ങളാണ് പരിഗണിക്കേണ്ടത്. ചിലപ്പോൾ കിലോമീറ്റർ 1000 ഉണ്ടാകാം, 1 മണിക്കൂർ കൊണ്ട് യാത്ര കഴിയും. എയർപോർട്ടിൽ ആളെ കൊണ്ടുപോയി വിട്ട് എയർപോർട്ടിൽ പോയ ആൾ തിരിച്ചു വിട്ട് എത്തുമ്പോഴേക്ക് ആള് ഗൾഫിൽ എത്തിയിട്ട് ഫോൺ വന്നിട്ടുണ്ടാവും, ഞാൻ അവിടെ എത്തിയിട്ട്. അതാണ് യാത്രാ സംവിധാനങ്ങൾ. അപ്പൊ പഴയ കാലങ്ങളിൽ ഈ ചർച്ചകൾ വന്നു. അപ്പൊ ഇമാം ഷാഫി പറഞ്ഞു, ഒരു ഹദീസിലുണ്ട്, രാവും പകലുമുള്ള യാത്ര ഒരു സ്ത്രീ ചെയ്യണമെങ്കിൽ അവളുടെ കൂടെ വിവാഹബന്ധം ഹറാമായ ഒരാൾ വേണം. അല്ലാതെ ഒരു സ്ത്രീക്ക് ഒറ്റയ്ക്ക് ഒരു രാവും പകലുമുള്ള യാത്ര ചെയ്യാൻ പാടില്ല എന്ന് ഹദീസുണ്ട്. ജമ്മു കശ്മീർ ബന്ധപ്പെട്ടല്ല, ഒരു സ്ത്രീയുടെ വിഷയത്തിൽ പറഞ്ഞപ്പോൾ ആ ഹദീസിൽ ഇമാം ഷാഫി പറഞ്ഞു, അപ്പോൾ ഒരു രാവും പകലുമുള്ള യാത്രക്ക് മാത്രമേ യാത്ര എന്ന് പറയുള്ളൂ, അല്ലാത്തതൊന്നും യാത്രയല്ല എന്ന് ഇമാം ഷാഫി തെളിവാക്കി. അങ്ങനെയാണെങ്കിൽ ഒരു രാവും പകലും ഒരാൾ സഞ്ചരിച്ചാൽ എത്ര ദൂരം സഞ്ചരിക്കും? അത് അദ്ദേഹം കണക്കൂട്ടി. പ്രാഥമിക ആവശ്യങ്ങൾ, നിസ്കരിക്കാനുള്ള ആവശ്യങ്ങൾ, അത്യാവശ്യ വിശ്രമം, അത് കഴിച്ച് ബാക്കി സമയം ഒരാൾ സഞ്ചരിച്ചാൽ ഇമാം ഷാഫി പറഞ്ഞു 82 മൈൽ അയാൾക്ക് സഞ്ചരിക്കാം. അതാണ് നമ്മുടെ നാട്ടിൽ ഷാഫി മദ്ഹബുകാരൊക്കെ ആ മസ്അല പറയുന്നത്. അതാണ് 130 കിലോമീറ്റർ. അപ്പം 130 കിലോമീറ്റർ ഉള്ള യാത്രക്ക് യാത്ര എന്ന് പറയൂ എന്ന് ഇമാം ഷാഫി റഹിമഹുല്ലാ. അത് ഈ മറ്റേ ഹദീസ് വെച്ചിട്ട്, ജമ്മു കശ്മീർ നമ്മുടെ ഹദീസ് എന്നല്ല. എന്നാൽ ആ യാത്ര തന്നെ പല ചർച്ച വേറെ വന്നു. അത് നടന്നു പോകലാണോ, കഴുതപ്പുറത്ത് പോകലാണോ, അതല്ല മറ്റ് സംവിധാനമോ വ്യത്യാസം ഉണ്ടാവുമല്ലോ. ഒരു രാവും പകലും വിമാനത്തിൽ സഞ്ചരിക്കൽ ലോകം മൊത്തം കറങ്ങാൻ പറ്റും. ഒരു രാവും പകലും കൊണ്ട് വിമാനത്തിലാണെങ്കിൽ ലോകം കംപ്ലീറ്റ് പോയി വരാം, അപ്പോഴും ആ യാത്ര ആവില്ല അറിയാൻ പറ്റുമോ? കാറിലോ ഓട്ടോയിലോ ബൈക്കിലോ ആണെങ്കിൽ വ്യത്യസ്ത ദൂരമായിരിക്കും. അവിടെയാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറഞ്ഞത്, ദൂരം എന്നതിനേക്കാളേറെ യാത്രയുടെ സ്വഭാവമാണ് പരിഗണിക്കപ്പെടുക. ഒരുങ്ങി തയ്യാറായി യാത്രക്കുള്ള സാമഗ്രികളുമായി ഒരാൾ പുറപ്പെടുന്നുവോ അതാണ് യാത്ര. ബാക്കി കാര്യങ്ങൾക്ക് മാറ്റിവെച്ച് നമ്മൾ ആൾ വിളിച്ചു ഒന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വിട്ടുകാരില്ല, എനിക്കൊന്നൊരു യാത്ര ഉണ്ട് എന്ന് നമ്മൾ എപ്പോൾ പറയുമോ, ഒന്ന് റെഡിയായി ഒരു മുൻകൂട്ടി ടിക്കറ്റൊക്കെ എടുത്ത് ഒന്ന് ഒരുങ്ങി അല്ലെങ്കിൽ വണ്ടിയൊക്കെ ഏൽപ്പിച്ച് ആ നിലയ്ക്ക് യാത്രക്കുള്ളൊരു ഒരുക്കം നടത്തിയിട്ട് ഒരാൾ പോകുന്നുവെങ്കിൽ അതാണ് യാത്ര. മറ്റേ സാധാരണ ടൗണിലേക്ക് പോകുന്നത് അവിടെ ഇറങ്ങിയിരുന്നു, ബസ്സിന് കൈയാണിച്ചു, ബസ്സിൽ കയറി അവിടെ ഇറങ്ങി സാധനം വാങ്ങി തിരിച്ചു പോന്നു, അതെന്താവില്ല, യാത്രയായി കൂട്ടില്ല. ഇങ്ങോട്ടോ പോയി ഇവിടേക്ക് യാത്രയായി ഇല്ല, ഞാൻ ടൗണിൽ പോയി തരാം, അത് യാത്രയെ നമ്മൾ പരിഗണിക്കുക. അപ്പൊ സാധാരണഗതിയിൽ യാത്ര എന്ന് എപ്പോൾ പറയാമോ അപ്പോഴാണ് അയാൾ യാത്രക്കാരനായി പരിഗണിക്കുക. ആ യാത്ര അയാൾക്ക് ജംഉം ഖസ്റും എടുക്കാം. യാത്രക്കാരല്ലാത്ത പ്രതിബന്ധമുള്ള ആളുകൾക്ക് ജംഉ എടുക്കാം, ഖസ്റില്ല. അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇമാം അബൂ ദാവൂദ് ഉദ്ധരിച്ചു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഴയോ
രോഗമോ ഇല്ലാതെ ജംഅ് ചെയ്തു. അപ്പൊ ചോദിച്ചു പിന്നെ എന്തിനായിരുന്നു? അറാദ അല്ലാ യുഹ്രിജ ഉമ്മതഹു, തന്റെ ഉമ്മത്തിന് പ്രയാസമില്ലാതാകാൻ ഉദ്ദേശിച്ചുകൊണ്ട്. അപ്പൊ പ്രയാസങ്ങളുള്ളിടത്ത്, പ്രതിബന്ധമുള്ളിടത്ത് അവർക്ക് എന്ത് ചെയ്യാം? ജംഅ് ചെയ്യാം. അവിടെ കസ്റില്ല. ഇനി ജുമുഅന്റെ കൂടെ അസ്ർ ഇങ്ങോട്ട് ജംഅ് ആക്കാൻ പറ്റുമോ? പറ്റില്ല എന്ന് പൊതുവെ സലഫി പണ്ഡിതന്മാരൊക്കെ പറഞ്ഞതായി കാണുന്നു. പ്രവാചകന്റെ മാതൃക ഇല്ല എന്നാണ് അവർ കാരണം പറയുന്നത്. അല്ലാഹു അഅലം. വിശദമായ ആ വിഷയത്തിൽ ഞാൻ അങ്ങനെ വായിക്കുകയോ പഠിക്കുകയോ ചെയ്തിട്ടില്ല. അപ്പൊ ആ വിഷയമായല്ലോ, ചോദ്യത്തിന് മറുപടിയായി. പക്ഷെ ജംഅ് പറ്റും, കസ്ർ പറ്റില്ല. ജംഅ് പ്രതിബന്ധങ്ങൾക്കാണ്. അതാ പറഞ്ഞ യാത്ര ആരംഭിച്ചെങ്കിലേ കസ്ർ പറ്റുള്ളൂ. മറ്റൊരാൾ പ്രതിബന്ധമുണ്ട്, ഇയാൾക്ക് അസ്ർ നിസ്കരിക്കാൻ പ്രയാസമുണ്ട്, അത് അയാൾക്ക് എന്ത് ചെയ്യാം? ജംആയി അയാൾക്ക് നിസ്കരിച്ച് യാത്ര ആരംഭിക്കാം. എങ്ങനെ? സ്ഥിരമാണെങ്കിലും അല്ലാതെ ആണെങ്കിലും അയാൾ അത് ഈ പറയപ്പെട്ട ലിമിറ്റിൽ വരുന്ന ആളാണോ അയാൾക്ക് ചെയ്യാം. ഒരാൾ സ്ഥിരമായ യാത്രയിലാണ്, അതോട് ചെയ്യാൻ പാടില്ല എന്നൊന്നുമില്ല. അതേ മനസ്സിലായി, ചോദ്യം മനസ്സിലായി. ഒരാൾ സ്ഥിരമായ യാത്രയിലാണ്, അതുകൊണ്ട് അയാൾ എടുക്കാൻ പാടില്ല എന്നുണ്ടോ? ഇല്ലല്ലോ. സ്ഥിരമാവട്ടെ അല്ലാതാവട്ടെ, ഇസ്ലാമിൽ നിയമമുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരുപോലെയാണ്. ഈ പറയപ്പെട്ട പിന്നെ ഇളവിന് അയാൾ അർഹനാണോ എങ്കിൽ അയാൾക്കത് ചെയ്യാം. ജുമാ ദിവസം യാത്രക്കാരനാണെങ്കിലും പറ്റൂല എന്നാണ് ഇവിടെ കുത്തുബയിൽ പറഞ്ഞ് ഞങ്ങൾ കേട്ടത്. ജുമാ ദിവസം ജുമയുടെ അന്ന് ഒരു യാത്രക്കാരൻ, ഞാൻ ഒരു യാത്ര പുറപ്പെടാൻ പോവുകയാണ്, ഇവിടുന്ന് മദ്രാസിൽ പോകണമെന്ന് വെച്ചോളൂ, അങ്ങനെയാണെങ്കിൽ ജമ്മും കസറും പറ്റൂല എന്നാണ് ഇവിടെ പറഞ്ഞത്. അത് ജുമയുടെ കൂടെ ഇല്ല, ജുമാ നിസ്കാരത്തിന്റെ കൂടെ ജമ്മില്ല. അന്ന് മഗ്‌രിബ് പറ്റും. ജുമാ നിസ്കാരത്തിന്റെ കൂടെ അസ്ർ ഇങ്ങോട്ട് ജമ്മാക്കാൻ പറ്റും. അല്ല, ജുമ കഴിഞ്ഞാണ് ഞാൻ പുറപ്പെടുന്നത്, അപ്പൊ അസർ. അതെ, അത് അങ്ങനെയാണ് സലഫി പണ്ഡിതന്മാർക്ക് ഫത്വ വിഷയത്തിലുള്ളത്. ബാക്കി അല്ലാഹു അഅലം. നീ എഴുതി കിട്ടുന്നുണ്ടെന്ന് വായിക്കാം. ഒരു മിനിറ്റ്, ഇത് കുറേ ഉണ്ട്. അവിടെ പോയി വെച്ച് നിൽക്കുന്നുവെങ്കിൽ ഒരാഴ്ച ഫുള്ള് ജമ്മും കസ്റും പറ്റുമോ എന്നാണ്. ഒരാൾ യാത്ര പോകുന്നു, ഒരു സ്ഥലത്ത് പോയി ഒരാഴ്ച അവിടെ താമസിക്കുന്നു. ആ ഒരാഴ്ച അയാൾ യാത്രക്കാരൻ എന്ന വകുപ്പിൽ ഉൾപ്പെടുത്തി അയാൾക്ക് ജമ്മും കസ്റും പറ്റുമോ എന്നാണ്. ന്യായമായ ചോദ്യമാണ്. പണ്ട് ലോകത്ത് ഒരുപാട് ചർച്ചകൾ ആ വിഷയത്തിലുണ്ട്. അതിൽ ഏറ്റവും പ്രാമാണികമായി ഏറ്റവും കൂടുതൽ പണ്ഡിതന്മാർ പറഞ്ഞ ഒരു നയം ഒന്നുകിൽ 3 ദിവസം അല്ലെങ്കിൽ 4 ദിവസം. അത് രണ്ടും ഏകദേശം പ്രബലാഭിപ്രായങ്ങളായി വന്നിട്ടുണ്ട്. 4 ദിവസം വരെ അയാൾക്ക് യാത്രക്കാരന്റെ വിധിയുണ്ട്. 4 ദിവസം കഴിഞ്ഞാൽ പിന്നെ അയാൾ യാത്രക്കാരൻ എന്ന വകുപ്പിൽ നിന്ന് അയാൾ മാറി അയാൾ സാധാരണ പോലെ നിർവഹിക്കണം എന്നാണ് അതിലൊരു അഭിപ്രായം. ഇനി അതിൽ തന്നെ അയാൾ ഒരാഴ്ച അവിടെ താമസിക്കാൻ തീരുമാനിച്ചിട്ടില്ല. അയാൾ ഒരു ആവശ്യത്തിന് പോയി. ഇപ്പൊ ഞങ്ങളെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരികയാണ്, ഒരു മന്ത്രിയെ കാണണം, അതിനുവേണ്ടി ഇവിടെ വന്ന അന്ന് തന്നെ മന്ത്രിയെ കണ്ടാൽ രാത്രി തിരിച്ചു പോകും. ഇന്ന് കാണാൻ പറ്റില്ലെങ്കിൽ നാളെ കാണാൻ ശ്രമിക്കും. അങ്ങനെ ഒരു ആവശ്യത്തിന് വന്നു, ആവശ്യം കഴിഞ്ഞാൽ തിരിച്ചു പോവുക എന്നാണ് ഉദ്ദേശം. അങ്ങനെ ഒരാൾ 1 മാസം നിന്നാലും അയാൾ യാത്രക്കാരന്റെ ഹുക്കുമാണ്. അതും പണ്ട് ലോകത്ത് പൊതുവെ ഏകാഭിപ്രായമുണ്ട്. 18 ദിവസം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജമ്മും കസ്റും ആക്കിയെന്ന ഹദീസുണ്ട്. അത് ഈ വകുപ്പിലാണ് എന്നാണ് പണ്ഡിതന്മാർ വ്യാഖ്യാനിച്ചത്. അപ്പൊ നമുക്ക് അവിടെ നിൽക്കാൻ ഉദ്ദേശമില്ല. ഒരു ആവശ്യത്തിന് ചെന്നു, ആ ആവശ്യം എപ്പോൾ നിർവഹിച്ചുവോ അപ്പോൾ തിരിച്ചു പോരുന്നു. അങ്ങനെയാണെങ്കിൽ അയാൾ എത്ര നിന്നാലും അയാൾ എന്താണ്? യാത്രക്കാരനാണ്. എന്നാൽ ഷെയ്ഖ് ഇബ്നു ഉസൈമീനൊക്കെ ഒരു പടി കൂടി കടന്നുകൊണ്ട് പറഞ്ഞത്, ആ നാട്ടിൽ സ്ഥിരതാമസം ഉദ്ദേശിക്കാത്ത കാലത്തോളം അയാൾ യാത്രക്കാരനാണ് എന്നാണ്. അദ്ദേഹത്തിന്റെ അഭിപ്രായം അതാണ്. അദ്ദേഹം പറഞ്ഞത് ഗൾഫിൽ ജോലിക്ക് പോകുന്ന മനുഷ്യന്മാർക്ക് 2 കൊല്ലം ജമ്മു കസ്റാക്കാന്നാണ്. കാരണം അവരവിടെ താമസിക്കാൻ ഉദ്ദേശമില്ലല്ലോ. അവിടെ സ്ഥലം വാങ്ങി, അവിടെ വീട് വെച്ച്, അവിടെ കല്യാണം കഴിച്ച് ശിഷ്ടകാലം അവിടെ താമസിക്കണം എന്ന ഉദ്ദേശം ഉണ്ടാകുമ്പോഴേ അയാൾ എന്താവുള്ളൂ? ആ നാട്ടുകാരനാവുള്ളൂ. അല്ലാത്ത കാലത്തോളം അയാൾ പ്രവാസിയാണ്, യാത്രക്കാരനാണ് എന്ന് ഇബ്നു ഉസൈമീനും ഫത്വ നൽകിയിട്ടുണ്ട്. അപ്പൊ അതിൽ നമുക്ക് ഏറ്റവും അഭികാമ്യമായിട്ടുള്ളതും ഹദീസിലെ പൊതുവായ അധ്യാപനം വെച്ച് നോക്കുമ്പോൾ ഈ പറഞ്ഞ രൂപത്തിൽ ഒരു നാട്ടിൽ ചെന്നു 1, 2, 3, 4 ആഴ്ച താമസിക്കാൻ തീരുമാനിച്ച് പോവുകയാണെങ്കിൽ 3 ദിവസം അല്ലെങ്കിൽ 4 ദിവസം അയാൾക്ക് യാത്രക്കാരൻ ഹുക്കുമുണ്ട്. കാരണം ഇപ്പൊ സ്വാസ്ഥ്യം തടവുന്ന വിഷയം പറഞ്ഞപ്പോഴും നാട്ടിൽ താമസിക്കുന്ന ആൾക്ക് 1 ദിവസം, യാത്രക്കാരൻ 3 ദിവസം എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ 3 ദിവസം എന്നുള്ളത് യാത്രക്കാരെ സംബന്ധിച്ചൊരു ലിമിറ്റ് തന്നെയാണ്. ആ നിലക്ക് തീരുമാനിച്ചു പോയ ഒരാൾക്ക് 3 or 4 ദിവസം ആ ഇളവെടുക്കാം. പിന്നെ അയാൾ സാധാരണ പോലെ നിസ്കരിക്കണം. അതല്ല ഈ പല രൂപത്തിൽ ഉദ്ദേശമൊന്നുമില്ല, ഇന്നോ നാളെ എപ്പോൾ ആവശ്യം തീർന്നാലും തിരിച്ചു വരുമെന്നാണെങ്കിൽ അയാൾക്ക് കുറച്ചുകൂടെ ഇളവ് നീട്ടിക്കിട്ടുമെന്നും അതും പ്രബല അഭിപ്രായമാണ്. മറ്റുള്ളതൊക്കെ നമുക്കൊരു അഭിപ്രായമായി കാണാം എന്ന് മാത്രമേ പറയാവൂ.
ഹജറുൽ അസ്വദിന് പ്രത്യേകത ഉണ്ടോ? ഉണ്ടെങ്കിൽ എന്താണ്? ലൈലത്തുൽ ഖദ്റിന്റെ സമയം എപ്പോൾ? ഹജറുൽ അസ്വദിന് പ്രത്യേകതയുണ്ട്. അത് സ്വർഗത്തിലെ കല്ലാണ് എന്ന ഹദീസിൽ വന്നിട്ടുണ്ട്. അത് വെളുത്ത കല്ലായിരുന്നുവെന്നും സ്വർഗീയ കല്ലാണ് എന്നും പിന്നീട് മനുഷ്യ മക്കളുടെ പാപങ്ങളാൽ കറുത്തതാണ് എന്നും ഹദീസിലുണ്ട്. സവ്വദഹു ഖത്വായ ബനി ആദം, ആദം മക്കളുടെ പാപങ്ങളാണ് അതിനെ കറുപ്പിച്ചത് എന്ന് ഹദീസിലുണ്ട്. അതിനെ ആത്മാർത്ഥമായി ചുംബിച്ച ആളുകൾക്ക് നാളെ പരലോകത്ത് സാക്ഷി നിൽക്കുമെന്ന് ഹദീസിലുണ്ട്. ആ നിൽക്കുന്ന സവിശേഷതകൾ ഹജറുൽ അസ്വദിനുണ്ട്. എന്നാൽ ഹജറുൽ അസ്വദിൽ നിന്ന് ഗുണമോ ദോഷമോ പ്രതീക്ഷിക്കാവതും അല്ല. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ചുംബിക്കുമ്പോൾ പറഞ്ഞു, ഇന്നി അലിംതു അന്നക ഹജറുൻ ലാ തളുറു വലാ തൻഫഉ വലൗലാ റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഖബ്ബിലുക മാ ഖബ്ബൽതുക. നീ ഒരു കല്ലാണെന്ന് എനിക്കറിയാം, ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ എനിക്കാവില്ല. പ്രവാചകൻ എന്നെ ചുംബിക്കുന്ന ഞാൻ കണ്ടു, അതുകൊണ്ട് ഞാനും എന്നെ ചുംബിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ആ കല്ലിന് എന്തെങ്കിലും ഗുണദോഷങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാനില്ല. എന്നാൽ ഈ പറയപ്പെട്ട സവിശേഷത അതിനുണ്ട്. ലൈലത്തുൽ ഖദ്ർ സമയം എപ്പോൾ എന്നാണ്, അത് പറയാവതല്ല, രാത്രിയാണ് എന്ന് ഹദീസിൽ വന്നു. ആ പ്രയോഗം അത് തന്നെയാണ് ഖുർആനും സൂചിപ്പിച്ചു. അവസാനത്തെ 10 പ്രതീക്ഷിക്കുക എന്ന് ഹദീസിലുണ്ട്. അവസാനത്തെ 10 ഒറ്റയായ രാവുകളിൽ പ്രതീക്ഷിക്കുക എന്നും ഹദീസിലുണ്ട്. അല്ലാതെ ആ രാത്രി ഏത് സമയത്താണ് എന്ന് അല്ലാഹു അലം നമുക്ക് പറയാവതല്ല. സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ എന്നാണ് ഖുർആന്റെ പ്രയോഗം. പ്രഭാതോദയം വരെ അന്ന് സലാമാണ്, സമാധാനമാണ് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവസാന 10 ഒറ്റയായ രാവുകളിൽ അതിൽ പ്രബലാഭിപ്രായം 27-ാം രാവാണ് എന്ന് പ്രബലാഭിപ്രായമുണ്ട്. ചില സ്വഹാബിമാരുടെ അധ്യാപനങ്ങളുണ്ട്, ചില ഹദീസിന്റെ സൂചനകൾ അതിലുണ്ട്. ആ നിലയ്ക്ക് പ്രബലാഭിപ്രായം 27-ാം രാവാണ് എന്നുണ്ട്. എന്നാൽ ഒറ്റയായ എല്ലാ രാവിലും പ്രതീക്ഷിക്കാനാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞത്. അതുകൊണ്ട് അവസാന 10 ഒറ്റയായ രാവുകളിൽ എപ്പോഴും അതാവാൻ സാധ്യതയുണ്ട്. നാദറക്കാത്ത നമസ്കാരം ളുഹർ സമയമുണ്ട് എന്ന് ജുമായിൽ പറഞ്ഞിരുന്നു. അത് ളുഹർ ബാങ്കിന് മുമ്പാണോ അതോ ശേഷമാണോ? സുന്നത്തസ്കാരം ബാങ്കിന് ശേഷം സംശയിച്ചല്ലോ. ളുഹർ സമയം പ്രവേശിച്ചത് മുതൽ ബാങ്ക് വിളിച്ചതിന് ശേഷമാണ് അതിന് സമയം പ്രവേശിക്കുന്നത്. അത് മുതൽ അസ്ർ വരെ നമുക്ക് ളുഹറിന് സമയമുണ്ട്. ആ സമയങ്ങൾ അതിന് സുന്നത്തിനും ഉണ്ട്. ബാങ്ക് കൊടുത്തതിന് മുമ്പല്ല, ബാങ്ക് കൊടുത്തതിന് ശേഷമാണ്. അസ്ർ ബാങ്ക് വരെ നമുക്ക് ളുഹർ നിസ്കരിക്കാൻ, ളുഹർ ശേഷമുള്ള സുന്നത്ത് നിസ്കരിക്കാനും സമയമുണ്ട്. അസ്ർ ബാങ്ക് കഴിഞ്ഞാൽ അത് കഴിയുകയും ചെയ്തു. അത്തഹിയാത്തിന്റെ വെള്ളിയാഴ്ച ജുമുഅ കഴിഞ്ഞ് ഈ 4 റക്അത്ത് നിസ്കാരം നിർവഹിക്കാമോ? വെള്ളിയാഴ്ച ജുമുഅയ്ക്ക് ശേഷം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 4 നിസ്കരിച്ചുവെന്നും 2 നിസ്കരിച്ചുവെന്നും ഹദീസിലുണ്ട്. അപ്പൊ 2 നിസ്കരിക്കാം, 4 നിസ്കരിക്കാം. നബി ചിലപ്പോൾ പള്ളിയിൽ നിസ്കരിക്കും, ചിലപ്പോൾ വീട്ടിൽ പോയി നിസ്കരിക്കും. സാധാരണ പള്ളിയിലാണെങ്കിൽ നബി 2 നിസ്കരിക്കുന്നു, വീട്ടിൽ നിന്ന് 4 നിസ്കരിക്കുമെന്നും ചില ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പൊ രണ്ടും നമുക്ക് ചെയ്യാവുന്നതാണ്. വിശാലമായ ഒരു അധ്യാപനമുള്ള വിഷയമാണ്. 2 റക്അത്ത് നിസ്കരിക്കാം, അല്ലെങ്കിൽ 4 നിസ്കരിക്കാം, വീട്ടിൽ പോയി നിസ്കരിക്കാം, അത് പള്ളിയിൽ നിന്നും നിർവഹിക്കാം. അത്തഹിയാത്തിന്റെ യുദ്ധത്തിൽ വിരൽ അനക്കുന്നതിന് തുടക്കം മുതലാണോ അതോ തശഹുദിന് സമയം മുതലാണോ അനക്കേണ്ടത്? ഇതുമായി ബന്ധപ്പെട്ട് വേറെ ചോദ്യം കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നിച്ച് പറയാം. പിന്നെ ഇന്ന സമയത്താണ് ചൂണ്ടേണ്ടത് എന്ന് പ്രത്യേകം ഹദീസിൽ പഠിപ്പിച്ചിട്ടില്ല. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്തഹിയാത്തിൽ ഈ വിരൽ കൊണ്ട് ചൂണ്ടി ഇത് ഇഷാറത്താക്കി എന്നാണ് ഹദീസിൽ ഉള്ളത്. ഇന്ന സമയത്ത് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടില്ല. അത് പിൽക്കാത്ത ചില പണ്ഡിതന്മാർ 2 ഹദീസുകൾ യോജിപ്പിച്ചുകൊണ്ട് പറഞ്ഞ ഒരു അഭിപ്രായ സമന്വയമാണ് തശഹുദിന്റെ സമയത്ത് എന്നുള്ളത്. അതുകൊണ്ട് ഇന്ന സമയം എന്ന് പ്രത്യേകം പറയാത്തത് കൊണ്ട് അത്തഹിയാത്തിൽ മുഴുവനായും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരൽ ചൂണ്ടിയിരുന്നു എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്ന് സലഫി പണ്ഡിതന്മാരൊക്കെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അത്തഹിയാത്തിൽ ഇരുന്നത് മുതൽ നമ്മൾ കൈ ചൂണ്ടുകയാണ് വേണ്ടത്. എന്നാൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്തഹിയാത്തിൽ വിരൽ അനക്കിയിരുന്നു എന്നും അനക്കാറുണ്ടായിരുന്നില്ല എന്നും 2 ഹദീസുകൾ വന്നു. അനക്കാറില്ല എന്ന ഹദീസ് ദഈഫാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഉണ്ട് എന്ന ഹദീസ് ചിലർ ദഈഫാന്ന് പറഞ്ഞിട്ടുണ്ട്, ഭൂരിപക്ഷ പണ്ഡിതന്മാരും സ്വഹീഹാണ് എന്നും പറഞ്ഞിട്ടുണ്ട്. 2 ഹദീസും സ്വഹീഹാണ് എന്ന് വിചാരിച്ച ചില പണ്ഡിതന്മാർ മുൻകാലത്തുണ്ട്. അനക്കാറില്ല എന്ന് പറഞ്ഞതും സ്വഹീഹാണ്, അനക്കി എന്ന് പറഞ്ഞതും സ്വഹീഹാണ്. അപ്പൊ എന്ത് ചെയ്യും? അത് രണ്ടും സംയോജിപ്പിച്ചുകൊണ്ട് ചില പണ്ഡിതന്മാർ പറഞ്ഞു കുറച്ചു സമയം അനക്കാതിരിക്കുക, പിന്നെ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോൾ ഒന്ന് അനക്കുക, പിന്നെയും അനക്കാതിരിക്കുക. അപ്പൊ എന്തായി? 2 ഹദീസ് നമുക്ക് പ്രയോജനവൽക്കരിക്കാൻ സാധിച്ചു. ആ നിലയ്ക്ക് ജംഅ ചെയ്തിട്ടാണ് ആ അഭിപ്രായം വന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാഹു അഅലം. യാചിക്കുന്നവരും പണക്കാരും സക്കാത്തിന് അർഹരല്ല.
കഴിഞ്ഞ കുത്തുബിൽ ഉസ്താദ് പറഞ്ഞു ചോദിച്ചു വരുന്നവരെ മടക്കി അയക്കരുത് എന്ന്. അപ്പോൾ യാചിക്കുന്നവർ തന്നെയല്ലേ ചോദിച്ചു വരുന്നവർ? യാചിക്കുന്നവരുടെ സമീപനം എന്തായിരിക്കും? യാചന അതിശക്തമായി ഇസ്ലാം വിലക്കിയിട്ടുണ്ട്. യാചിക്കാൻ പാടില്ല എന്ന് ഗൗരവമായി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ചോദിച്ചു വരുന്നവരെ ആട്ടി ഓടിക്കരുത് എന്നും അവർക്ക് ഹക്കുണ്ട് എന്നും ഖുർആൻ ഹദീസും പഠിപ്പിക്കുന്നു. ചോദിക്കുന്നവർക്കും ചോദ്യത്തിൽ നിന്ന് തടയപ്പെട്ടവർക്കും തങ്ങളുടെ സമ്പത്തിൽ ഹക്കുണ്ട് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത്തരം ചോദിക്കാൻ നമ്മൾ മടക്കേണ്ടതില്ല, യാചന പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. അത് വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റുമെങ്കിൽ പറഞ്ഞു കൊടുക്കാം എന്നല്ലാതെ നമ്മൾ അവരെ ആട്ടിയോടിക്കാൻ ഏതായാലും പാടില്ല. ഒന്നുകിൽ മാന്യമായി നല്ലവർക്ക് സംസാരിച്ച് അവരോട് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുത്ത് അവർക്ക് അത്യാവശ്യമുള്ള സംഗതി അല്ലെങ്കിൽ ആ വൃത്തിയിൽ നിന്ന് അവരെന്ത് ചെയ്യുക, പിന്മാറ്റാൻ ശ്രമിക്കുക. അതല്ല നമ്മൾ ചില ആളുകൾ കൊടുക്കാതിരിക്കാൻ വേണ്ടി ആരും അതൊക്കെ തട്ടിപ്പാണ്, അതൊന്നും കൊടുക്കേണ്ടതെന്ത് ചെയ്യും, കൊടുക്കാതിരിക്കാനുള്ള ഒരു ഇളവ് ഒരു ഐഡിയ ആയി പ്രയോഗിക്കാതെ അത് ശരിയല്ല. ചോദിച്ചു വരുന്നവരെ നമ്മൾ മടക്കാൻ പാടില്ല, ആട്ടി ഓടിക്കാൻ പാടില്ല എന്ന് ഖുർആൻ പറഞ്ഞിട്ട് വമ്മസായിര ഫലാ തൻഹർ. എന്നാൽ യാചനയുടെ ഗൗരവം നമ്മൾ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തൽ കൂടി നമ്മുടെ ബാധ്യതയാണ്. ക്രിക്കറ്റിനെ കുറിച്ച് ഇസ്ലാമികമായ നിയമമാണോ അല്ലയോ? അള്ളാഹുവിന്റെ ശ്രദ്ധയിൽ നിന്ന് തെറ്റിക്കുന്ന ഒരു കളിയും പാടില്ല. അത് ക്രിക്കറ്റാലും വേണ്ടില്ല, എന്തായാലും വേണ്ടില്ല. അള്ളാഹിന്റെ സ്മരണ അതാണ് വിശ്വാസിക്ക് പ്രധാനം. അതിൽ നിന്ന് തെറ്റിപ്പോകുന്ന രൂപത്തിൽ ഒരു കളിയും പാടില്ല. അതൊന്നും അല്ല, ഹറാമായ ഒന്നുമില്ല. വെറുതെ ഒരു ബാറ്റ് എടുത്തത് അടിച്ച് തട്ടി കളിച്ചു കഴിഞ്ഞാൽ അത് ഹറാമാ നമുക്ക് പറയാൻ കഴിയില്ല. എന്തെങ്കിലും ഒരു ഫായിദ വേണം അതിൽ. ഏത് കളിയിലും ഒരു ഫായിദ വിശ്വാസിക്ക് വേണം, അല്ലാതെ വെറുതെ ഉള്ള കളികൾ പാടില്ല. പൊതുവെ അതിൽ പഠിപ്പിക്കപ്പെട്ടത് അല്ലാഹു അഅലം. പോലെ ഈ സംഘടിപ്പിക്കുന്നത് പള്ളിയിലല്ലാതെ ഉള്ള കാതിൽ ആഭരണം അണിയുന്നതിനെ കുറിച്ച് ഇസ്ലാമികമായ വീക്ഷണം ഒന്ന് ടൈറ്റാക്കണോ? കാതിലെ ആഭരണം ജനങ്ങൾ കാണാൻ വേണ്ടി നിങ്ങൾ കാലിട്ടടിച്ച് വെളിവാക്കരുത് എന്ന് ഖുർആൻ പ്രയോഗിക്കുന്നുണ്ട്. പിന്നെ കാലിട്ടടിച്ചുകൊണ്ട് അവിടെ അലങ്കാരം പ്രകടിപ്പിക്കരുത് എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്ത് നൂറിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അവിടുത്തെ അലങ്കാരം ആഭരണമാണ് ഉദ്ദേശിച്ചത്. അപ്പൊ കാലിൽ ആഭരണം ഉണ്ട് എന്ന് മനസ്സിലായി. പക്ഷെ അത് പൊതുജനങ്ങൾ കാണാൻ വേണ്ടി കാണിക്കുന്ന രൂപത്തിലുള്ള സംവിധാനങ്ങൾ പാടില്ല. ജാഹിലിയ്യ കാലത്ത് കിലുങ്ങുന്ന പാദസരങ്ങൾ ഉപയോഗിക്കുകയും ജനങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി അത് കിലുക്കി നടക്കുകയും ചെയ്യുമായിരുന്നു. അത് പാടില്ല എന്നാണ് ഈ ആയത്തിൽ പഠിപ്പിക്കപ്പെട്ടത്. അപ്പൊ അത്തരം ആഭരണങ്ങൾ കാതല്ല എവിടെയാണെങ്കിലും അന്യപുരുഷന്മാർക്ക് ഏതെന്നാലും കാണിക്കാവതല്ല. ഭർത്താവിന് വേണ്ടിയാണ് ആ രൂപത്തിലൊക്കെ അണിഞ്ഞൊരുങ്ങി നിൽക്കേണ്ടത് എന്നതാണ് അതിന്റെ പ്രാഥമിക വിവരം. നോമ്പിൽ തുടങ്ങുന്ന ഖത്മ് നോമ്പിൽ തന്നെ തീർക്കാൻ പറ്റിയില്ലെങ്കിൽ കുഴപ്പമുണ്ടോ? ഇല്ല. പക്ഷെ സാധാരണഗതിയിൽ ഖത്മുമായി ബന്ധപ്പെട്ട് പറഞ്ഞപ്പോൾ 40 ദിവസത്തിലെങ്കിലും ഒരു ഖത്മ് തീർക്കണം എന്ന ചില അധ്യാപനങ്ങൾ ഹദീസിൽ വന്നിട്ടുണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കൽ അനിവാര്യമാണ്. അനാവശ്യമായി ശ്രദ്ധയില്ലാതെ വെറുതെ കിട്ടിക്കൊണ്ടുപോയി കൊല്ലം വെച്ച് ഖത്മ് തീർക്കാന്നുള്ളത് ഏതായാലും നല്ല സ്വഭാവമല്ല. റമദാനിൽ മാത്രമായി തീർക്കണം എന്ന് നിർബന്ധമുള്ളതായിട്ടൊന്നും അറിയില്ല. ഒരു ഉദൂവിൽ എത്ര വഖത്ത് നിസ്കരിക്കാം, ഉദൂ മുറിയുന്നവരെ എത്രയും നിസ്കരിക്കാം, പ്രത്യേകിച്ച് നിയമമൊന്നുമില്ല. ഉദൂവായിട്ട് തയമ്മുമാവട്ടെ, തയമ്മും അങ്ങനെ തന്നെയാണ്. നമ്മുടെ നാട്ടിൽ ഒരു ഇതുണ്ട്, തയമ്മും കൊണ്ട് ഒരു ഫർളേ പറ്റുള്ളൂ എന്ന് ഇല്ല. തയമ്മും ഉദൂവിന്റെ സ്ഥാനത്താണ്. ഉദൂവും തയമ്മും മുറിയുന്നത് വരെ എത്ര വഖത്തും അയാൾക്ക് നിസ്കരിക്കാം. രാവിലെ സുബഹിക്ക് ഉദൂ എടുത്തു, ഇശാ വരെ ഉദൂ മുറിഞ്ഞിട്ടില്ല എങ്കിൽ അയാൾക്ക് ആ ഒറ്റ ഉദൂ മതി. പക്ഷെ ഉദൂ പുതുക്കലേക്ക് പുണ്യമാണ്, അതിന് കൂലി വേറെ കിട്ടും. പക്ഷെ നിസ്കാരത്തിന് കുഴപ്പമൊന്നുമില്ല. ഉദൂ മുറിയാതെ ആ ഉദൂ കൊണ്ട് വീണ്ടും നിസ്കരിച്ചാൽ യാതൊരു കുഴപ്പവും അതുകൊണ്ട് വരാനില്ല. റുക്കൂഇനും സുജൂദിനും ഇടയിൽ കൈ നെഞ്ചിന്മേൽ കെട്ടാൻ പാടുണ്ടോ? അതായത് എഴുത്തിലാദ്യം ഈ ചോദ്യം വേണമെന്നില്ല. നമുക്ക് തൊലയത്ത് സുലാഹി ഉണ്ട്, മുപ്പര പ്രസംഗമുണ്ട്. മുപ്പര ഏതായാലും പാലക്കാട്ടം വരെ യാത്ര ചെയ്തിട്ട് ഒരു ക്ലാസ് എടുക്കാതെ മടങ്ങി പോയാലും പറ്റില്ലല്ലോ, സംശയങ്ങൾ തീരൂല. 6:15 നമുക്കിത് അവസാനിപ്പിക്കാം ഇൻഷാ അല്ലാഹ്.
റുക്കൂവിനും സുജൂദിനും ഇടയിൽ കൈ കെട്ടാൻ പാടുണ്ടോന്നാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് നിസ്കാരത്തിന് രൂപം പഠിപ്പിച്ചപ്പോൾ നബി റുക്കൂവിലേക്ക് പോയി എന്ന് പറഞ്ഞു. ശേഷം റുക്കൂവിൽ നിന്ന് എണീറ്റ വിഷയം പറഞ്ഞപ്പോൾ രണ്ട് രൂപത്തിൽ ഹദീസിൽ വന്നു. ഒന്ന് പൂർവസ്ഥിതിയിലേക്ക് മടങ്ങി എന്നാണ് ഹദീസിൽ പ്രയോഗം. പൂർവസ്ഥിതിയിലേക്ക് മടങ്ങി, അപ്പൊ ആദ്യം നിന്നു, പിന്നെ കുമ്പിട്ടു, പിന്നെ പൂർവസ്ഥിതിയിലേക്ക് മടങ്ങി. മറ്റൊന്ന് എഴുത്തതല ഖായിമൻ, നേരെ ചൊവ്വെ നിന്നു. അപ്പൊ പൂർവസ്ഥിതിയിലേക്ക് മടങ്ങി എന്ന ഹദീസ് വ്യാഖ്യാനിച്ച ചില പണ്ഡിതന്മാർ പറഞ്ഞു പൂർവസ്ഥിതി റുക്കൂയിലേക്ക് പോകുന്നതിന് മുമ്പത്തെ സ്ഥിതി. റുക്കൂയിലേക്ക് പോകുന്നതിന് മുമ്പത്തെ സ്ഥിതി എന്താണ്? കൈ കെട്ടി നിൽക്കലായിരുന്നല്ലോ, അവിടുന്ന് ആ റുക്കൂയിലേക്ക് പോയത്. അപ്പൊ പൂർവസ്ഥിതിയിലേക്ക് മടങ്ങി എന്ന് പറഞ്ഞാൽ എണീറ്റ് വന്ന് കൈ കെട്ടി നിൽക്കുക എന്നാണ് ഉദ്ദേശിച്ചത് എന്ന് ചിലർ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. മോശപ്പെട്ടതെന്നല്ല, വലിയ വലിയ പണ്ഡിതന്മാർ തന്നെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ചിലർ പറഞ്ഞു അതല്ല, നിൽക്കുക, പിന്നെ കുമ്പിടുക, പിന്നെ നിൽക്കുക എന്നേ അർത്ഥമുള്ളൂ. പൂർവസ്ഥിതിയിലേക്ക് മടങ്ങി എന്ന് പറഞ്ഞാൽ നൃത്തത്തിലേക്ക് മടങ്ങി എന്നേ അർത്ഥമുള്ളൂ. കാരണം പൂർവസ്ഥിതി മുമ്പത്തെ അവസ്ഥ എന്താണ്? കൈകെട്ടി നിൽക്കല് മാത്രമല്ല, അവിടെ സൂറത്ത് ഓതിയെന്നല്ലോ, ഫാത്തിഹ ഓതിയെന്നല്ലോ, അപ്പൊ അതിലേക്കൊക്കെ മടങ്ങണമെന്നില്ലല്ലോ. അപ്പൊ പൂർവസ്ഥിതിയിലേക്ക് മടങ്ങി എന്ന് പറഞ്ഞാൽ നൃത്തത്തിലേക്ക് മടങ്ങി എന്നേയുള്ളൂ. മാത്രമല്ല എഴുത്തതല ഖായിമൻ, നേരെ ചൊവ്വെ നിന്നു എന്നുമാണല്ലോ. നേരെ ചൊവ്വെ നിൽക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ അല്ലല്ലോ. അറ്റൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കയ്യൊക്കെ നോക്കി ലെവലായി നിൽക്കലാണ്. അപ്പൊ ഈ രണ്ട് ഹദീസും കൂടെ യോജിപ്പിച്ചുകൊണ്ട് ഏറ്റവും പ്രബലാഭിപ്രായം ഭൂരിപക്ഷ പണ്ഡിതന്മാരുടെയും വീക്ഷണം കൈ താഴ്ത്തിയിട്ട് സ്ട്രൈറ്റായി നിൽക്കാണ് എഴുത്തിലാല് നൃത്തം എന്നതാണ്. എന്നാൽ ആധുനികരും പൗരാണികരുമായ വളരെ പ്രധാനപ്പെട്ട ചില പണ്ഡിതന്മാർ, ഈ കാലഘട്ടത്തിൽ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ, അദ്ദേഹം ഈ വീക്ഷണക്കാരനാണ്. റുക്കൂഇൽ എഴുത്തിലാലിൽ കൈ കെട്ടി നിൽക്കണം എന്ന വീക്ഷണക്കാരനാണ്. ഷെയ്ഖ് അൽബാനി കൈ താഴ്ത്തിയിടണം എന്ന വീക്ഷണക്കാരനാണ്. ഷെയ്ഖ് ഇബ്നു ഉസൈമീന്റെ വീക്ഷണത്തെ ഷെയ്ഖ് അൽബാനി ശക്തമായി വിമർശിക്കുക പോലും ചെയ്തിട്ടുണ്ട്. അപ്പൊ മൊത്തത്തിൽ ആ ഹദീസിൽ വന്ന പൊതുവായ വീക്ഷണ പ്രകാരം കൈ താഴ്ത്തി നേരെ നിന്നാൽ പൂർവസ്ഥയിലേക്ക് മടങ്ങലുമായി നേരെ ചൊവ്വെ നിൽക്കലുമായി, ഒരാൾ കൈ കെട്ടി ഇങ്ങനെ നിന്നാൽ അതൊന്നൊരു പുതിയ നിസ്കാരം എന്ന് പറഞ്ഞ് ആക്ഷേപിക്കാൻ നമുക്ക് ഏതായാലും അതിൽ വകുപ്പില്ല. അല്ലാഹു അഅലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അതിന്റെ അടിസ്ഥാനം ഒന്ന് പറയണം. സ്വലാത്ത് പുണ്യമായ ഒന്നാണ്. അതില് പ്രത്യേക രൂപം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിലത് പഠിപ്പിച്ചിട്ടുണ്ട്. പഠിപ്പിക്കാത്ത രീതിയിലും സ്വലാത്ത് ആകാം, വിരോധമില്ല. ഹദീസിൽ വന്ന പദപ്രയോഗങ്ങൾ മാത്രമേ സ്വലാത്തിൽ എടുക്കാവൂ എന്ന് എവിടെയും നിബന്ധനയില്ല. പ്രത്യേക പുണ്യവും പ്രത്യേക രീതിയും പ്രത്യേക ഭാവവും ഹദീസിൽ വന്നതിന് മാത്രമേ ഉള്ളൂ എന്നർത്ഥം. ദിക്ർ ദുആയുടെ പൊതുവായ വശമതാണ്. ഇപ്പൊ ദുആ ഖുർആനും ഹദീസും ഒരുപാട് ദുആയുണ്ട്. നമ്മളൊക്കെ ജീവിതത്തിൽ ഒരുപാട് പ്രാർത്ഥിക്കാറുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രാർത്ഥനയും ഹദീസിൽ വന്ന പ്രാർത്ഥനയാണോ? അല്ലല്ലോ. നമ്മൾ എന്തെല്ലാം പ്രാർത്ഥിക്കലുണ്ട്, അതൊന്നും ഹദീസിൽ വന്ന പ്രാർത്ഥന ആവണം എന്നില്ല. എന്നാൽ ഹദീസിൽ വന്ന പ്രാർത്ഥന നമുക്ക് മാറ്റാൻ പറ്റുമോ? ഇല്ല. ഹദീസിൽ വന്നത് അങ്ങനെ തന്നെ നിർവഹിക്കണം. വരാത്തൊരു പ്രാർത്ഥന നമുക്ക് സ്വതന്ത്രമായി ഉപയോഗപ്പെടുത്താം. പക്ഷെ ആ ഒരു വാജിബ് നമ്മൾ ദുആ ഉണ്ടാക്കി, നമ്മൾക്ക് ഒരു ആവശ്യം വന്നു, ഒരു പ്രശ്നം വന്നു, ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന നമ്മൾ പിന്നെ എഴുതിണ്ടാക്കിയ ഈ പ്രാർത്ഥന രാവിലെ വൈകുന്നേരം 10 പ്രാവശ്യം ചൊല്ലാൻ സുന്നത്തുണ്ട് എന്ന് പറഞ്ഞാൽ അത് ബിദ്അത്താവും. എന്നതുപോലെ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ, പ്രവാചകന്റെ പേരിൽ നിങ്ങൾ രക്ഷയ്ക്കും സമാധാനം വേണ്ടി പ്രാർത്ഥിക്കുക എന്ന പൊതുവായ അധ്യാപന പ്രകാരം ആ ആശയം വരുന്ന ഏതും ഒരാൾക്ക് എന്ത് ചെയ്യാം? അതിനുവേണ്ടി പ്രാർത്ഥനയ്ക്ക് ഉപയോഗിക്കാം. ഏതുപയോഗിക്കാം? അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് എന്ന് മാത്രം പറഞ്ഞു, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് എന്ന് പറഞ്ഞു, അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ മുഹമ്മദ് എന്ന് പറയാം. ഞാൻ മലയാളത്തിൽ കുറച്ചൊരു മുഹമ്മദ് നബിക്ക് ഗുണം ചെയ്യാനെന്ന് പറഞ്ഞു. ഒക്കെ സ്വലാത്താണ്. ഒരാളൊരു സ്വലാത്ത് ഉണ്ടാക്കി ഈ സ്വലാത്ത് 3 പ്രാവശ്യം ചൊല്ലിയാൽ ഇത്ര കൂലി കിട്ടും, 10 പ്രാവശ്യം ചൊല്ലിയാൽ ഇത്ര കൂലി കിട്ടും എന്ന് പറയുമ്പോൾ അത് ബിദ്അത്തായി മാറും. അതാണ് ആ വിഷയത്തിൽ അഹ്ലുസുന്ന മൊത്തത്തിൽ കണ്ട നിലപാട്. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് ജലാഉൽ അഫ്ഹാം ഫി സ്വലാത്തി അലാ ഖൈരിൽ അനാം എന്ന കിതാബിൽ ഇതുമായി ബന്ധപ്പെട്ട വിശദമായ ചർച്ച അദ്ദേഹം നിർവഹിച്ചിട്ടുണ്ട്. ആ പ്രത്യേക രൂപത്തിന് ഒരു പ്രത്യേക സവിശേഷത കൽപ്പിക്കുമ്പോൾ ബിദ്അത്തായി മാറും. അതൊന്നും ഇല്ലാതെ ഒരാൾ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാൽ തെറ്റല്ല. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുള്ളത് ഹദീസ് ഗ്രന്ഥങ്ങൾക്ക് ധാരാളമായി സ്ഥാനം പിടിച്ച ഒരു പ്രയോഗമാണ് താനും. ഏറ്റവും നല്ലത് നബിയോട് ചോദിച്ചു എങ്ങനെയാണ് സ്വലാത്ത് ചൊല്ലേണ്ടത്. അപ്പൊ നബി പഠിപ്പിച്ചു കൊടുത്തു ഇബ്രാഹിമിയ സ്വലാത്ത്. അതിൽ നമ്മൾ കൂട്ടാൻ പറ്റോ? ഇല്ല. സയ്യിദെ കൂട്ടാൻ പറ്റോ? പറ്റൂല. എന്തുകൊണ്ട്? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിൽ നമ്മൾ വക ചേർക്കാൻ പറ്റൂല. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്രാഹിമിയ സ്വലാത്ത് 8 രൂപത്തിൽ പഠിപ്പിച്ചു. അതിലെവിടെയും സയ്യിദന ഇല്ല.
അവിടെ നമ്മുടെ വക സയ്യിദ കൂട്ടിയാൽ അത് നബിയെ തിരുത്തി കൊടുക്കലാണ്. അപ്പൊ പഠിപ്പിച്ച ദുആയിൽ മാറ്റാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഉറങ്ങാൻ കിടക്കുമ്പോൾ ദുആ വബി നബിയിക എന്നത് വബി റസൂലിക എന്നാക്കിയപ്പോൾ നബി പറഞ്ഞു പാടില്ല. കാരണം എന്താ? വബി നബിയിക എന്നാണ് പഠിപ്പിച്ചത്, അങ്ങനത്തെ ചൊല്ലണം. അത് മാറ്റാൻ ആർക്കും അധികാരമില്ല. അല്ലാത്തൊരു ദുആ ഒരാൾക്ക് ഏത് ദുആയും നിർവഹിക്കാം. ഇപ്പൊ കുഞ്ഞു മുഹമ്മദ് വഖഫിന്റെ ഖുർആൻ പരിഭാഷയുടെ ആമുഖത്ത് നോക്കാം, അതിലൊരു സ്വലാത്തുണ്ട്. ആ സ്വലാത്ത് ഹദീസിൽ വന്ന സ്വലാത്തല്ല. അമാനി പരിഭാഷയുടെ ആമുഖത്ത് മറ്റൊരു സ്വലാത്തുണ്ട്, അത് ഹദീസിൽ വന്ന സ്വലാത്തല്ല. നമ്മൾ ഓരോ പ്രഭാഷകന്മാരുടെയും പ്രസംഗം അവസാനിക്കുമ്പോൾ വസല്ലല്ലാഹു വസല്ലം അലാ മുഹമ്മദിൻ വഅലിഹി വസഹബിഹി അജ്മഈൻ എന്ന് പറയും. ഈ സ്വലാത്ത് ഹദീസിൽ വന്ന സ്വലാത്തല്ല. അതിനൊന്നും തെറ്റില്ല, അത് പ്രശ്നമുള്ള കാര്യവും അല്ല. എന്നാൽ ആ സ്വലാത്ത് സവിശേഷത കൽപ്പിച്ചാൽ അത് ബിദ്അത്തായി. അവിടെയാണ് നാലിയാ സ്വലാത്ത്, താജ് സ്വലാത്ത്, കമാലിയാ സ്വലാത്ത് എല്ലാം ബിദ്അത്തായി മാറിയത്. അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമില വസല്ലിം സലാമൻ താമ എന്ന നാലിയാ സ്വലാത്തിനെ പറ്റി പറഞ്ഞത് ചുരുങ്ങിയത് 11 പ്രാവശ്യം മുടങ്ങാതെ 11 ഓതിയാൽ നിത്യവും ചൊരിക്കുന്നതാണ് റിസ്ഖവന് ഭൂവനം വാനവും. സുബഹിക്ക് ശേഷം ആയിരിക്കൽ വേണ്ടതാ എന്നുള്ള നിയമം ഓർത്തവൻ ചൊല്ലേണ്ടതാ. തഴവ മുഹമ്മദ് കുഞ്ഞി മൗലവി എഴുതി വെച്ചു മവാഹിബുൽ ജലിയ. സുബഹിക്ക് ശേഷം 11 പ്രാവശ്യം ചൊല്ലിയാൽ ആകാശഭൂമിയിൽ റിസ്ക് ചൊരിഞ്ഞു കൊടുക്കും. അപ്പൊ തന്നെ ബിദ്അത്തായി. പിന്നെ 44 പ്രാവശ്യം, 100 പ്രാവശ്യം, 313, 1000 പ്രാവശ്യം. ഏറ്റവും അവസാനം അതിൻ്റെ ഇന്തിഹ 4000 വേണ്ടുന്നതാ, 440 4 ചേർന്നതാ. ഈ അത് മുഴുവൻ ഓതിയാൽ ക്ഷണം തന്നെ ഏതൊരു അസീറും സാധ്യമായി വരും പൊന്നെ. 4444 പ്രാവശ്യമാണ് മാക്സിമം ചൊല്ലേണ്ടത്. അത് ചൊല്ലിയാൽ എല്ലാ പ്രയാസവും തീർന്നു കിട്ടും. ഇങ്ങനെ സവിശേഷത കൽപ്പിച്ചപ്പോൾ ബിദ്അത്തായി. അള്ളാഹുവിന്റെ ചില സിഫത്തുകൾ നബിക്ക് വെച്ചു കൊടുക്കുന്നു, അതുകൊണ്ട് അത് ശിർക്കുമായി. അപ്പൊ അതുകൊണ്ടാണ് സ്വലാത്തുകൾ ബിദ്അത്തായി മാറുന്നത്. അല്ലെങ്കിൽ സ്വതന്ത്രമാക്കി ഏത് പദവും അതിനു വേണ്ടി ഉപയോഗപ്പെടുത്താം. അവസാനിപ്പിക്കാം. ഒരു നോമ്പുകാലം വിശപ്പോ ദാഹമോ ക്ഷീണമോ മറ്റസുഖമൊന്നുമില്ലാതെ ഭക്ഷണത്തിലുള്ള പ്രിയം നിമിത്തം മനഃപൂർവ്വം ഭക്ഷണം കഴിച്ചാൽ നോമ്പ് പിടിച്ചു വീട്ടിയാൽ മതിയോ, അതോ കഫാറത്ത് ആവശ്യമുണ്ടോ? അയാൾ ഒന്ന് ബാക്കി സമയം അയാൾ നോമ്പുകാരനെ പോലെ നിൽക്കണം. ഇപ്പൊ അയാൾ ഉച്ചക്കാണ് ഭക്ഷണം കഴിച്ചത്, ഇപ്പൊ ഏതായാലും നോമ്പ് കുടിച്ചില്ലേ, ഏതായാലും വൈകുന്നേരം ചായയും കുടിക്കാം, അത് പറ്റൂല. ബാക്കി മഗ്രിബ് വരെ അയാൾ നോമ്പുകാരനെ പോലെ പെരുമാറണം. ഈ നോമ്പ് അയാൾ നോറ്റ് വീട്ടണം. എന്നാലും അയാളുടെ ബാധ്യത തീരുന്നില്ല. കഫാറത്ത് പറഞ്ഞിട്ടില്ല, ബാധ്യത തീരുന്നില്ല. അയാൾ ചെയ്തത് വലിയ അപരാധമാണ്, നരകശിക്ഷ കിട്ടാൻ പര്യാപ്തമാണ്. റഹ്മാനായ റബ്ബിനോട് ആത്മാർത്ഥമായി തൗബ ചെയ്ത് പൊറുപ്പിക്കുക തന്നെ വേണം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാചകം ഇമാം ബുഖാരി സ്വഹീഹിൽ തഅലീഖായി ഉദ്ധരിച്ചിട്ടുണ്ട്. സ്വഹീഹാണെന്നും അല്ല എന്നും അഭിപ്രായ വ്യത്യാസമുള്ള റിപ്പോർട്ടാണ്. മൻ അഫ്തറ യൗമൻ മിൻ റമദാന മിൻ ഗൈരി ഉദ്രിൻ വലാ മറദിൻ ലം യഖ്ലിഹി സിയാമുദ് ദഹരി വഇൻ സ്വമഹു. ഒരു കാരണവുമില്ലാതെ ഒരു രോഗവുമില്ലാതെ ഒരാൾ റമദാനിൽ ഒരു നോമ്പ് ഒഴിവാക്കിയാൽ കൊല്ലം മുഴുവൻ നോറ്റാലും അയാളുടെ ഈ നോമ്പിന് പകരമാവുകയില്ല, അത് വീടുകയില്ല. അയാൾ അങ്ങനെ നോറ്റാലും ശരി. നബി പറഞ്ഞതല്ല, അബൂ ഹുറൈറ പറഞ്ഞു വന്ന് ഇമാം ബുഖാരി സ്വഹീഹ് ബുഖാരിയിൽ അനുബന്ധ വാചകമായി തഅലീഖായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അത്ര ഗൗരവത്തിൽ അവരൊക്കെ അത് കണ്ടിട്ടുണ്ട് അർത്ഥം. ഒരു നോമ്പാണ് പോയി അത് പിന്നെ നോറ്റ് വീട്ടിയാൽ മതി, അങ്ങനെയൊന്നുമില്ല. ഇളവുള്ളവർക്ക് ഒഴിവാക്കാൻ വകുപ്പുള്ളൂ. യാത്രക്കാരൻ, രോഗി അവർക്കാണ് ഒഴിവാക്കാൻ വകുപ്പുള്ളത്. അല്ലെങ്കിൽ മുലയൂട്ടുന്നവൾ, ഗർഭിണി അവർക്കാണ് ഇളവുള്ളത്. അല്ലാതെ ഇളവില്ല. ഇളവില്ലാതെ ഒഴിവാക്കിയാൽ അയാൾ കാലാകാലം നോറ്റാലും പകരമാവില്ല എന്നുവരെ ഇത്തരം റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. അയാൾ ഗൗരവമായി തൗബ ചെയ്യണം, പശ്ചാത്തപിക്കണം. ബാക്കി സമയം നോമ്പുകാരനെ പോലെ നിൽക്കുകയും വേണം. ഏതായാലും നോമ്പ് പോയല്ലോ വിചാരിച്ചിട്ട് പിന്നെ അയാൾക്ക് യഥേഷ്ടം കഴിക്കാനും ഭാര്യയുമായി ബന്ധപ്പെടാനും അതൊന്നും അയാൾക്ക് അനുവാദമില്ല. അയാൾ നോമ്പുകാരനെ പോലെ ബാക്കി സമയം അയാൾ പിടിച്ചു നിൽക്കുകയും വേണം. ലാസ്റ്റാണ്, ഇനി ആരും എണീക്കണ്ട. അള്ളാഹുവിന്റെ നാമങ്ങളിൽ നാഥൻ എന്ന് വന്നിട്ടുണ്ടോന്നാ? ഇല്ല. നാഥൻ എന്ന് മാത്രമല്ല, നാഥൻ ഒരു മലയാള വാക്കാണ്. പടച്ചവൻ, സൃഷ്ടാവ് എന്നൊക്കെ വന്നിട്ടുണ്ടോ വെച്ചാൽ അതൊന്നും ഉണ്ടാവില്ല. അറബിയിലാണ് നാമങ്ങളെല്ലാം വന്നത്. മനസ്സിലായി? ചോദ്യം മനസ്സിലായി? പറയാം. അറബിയിലാണ് നാമങ്ങളെല്ലാം വന്നത്. ആ നാമങ്ങളുടെ പരിഭാഷകളാണ് സാധാരണ മലയാളത്തിൽ ഉപയോഗിക്കുന്നത്. ഇനി ആ പരിഭാഷകൾ ഒരു പക്ഷേ പൂർണ്ണമായ അർത്ഥത്തിൽ ആ അർത്ഥം കിട്ടുന്ന ആവണം എന്നില്ല. അപ്പൊ ദൈവം എന്ന വാക്ക്, അള്ളാഹു എന്ന വാക്കിൽ നേരെ പരിഭാഷയല്ല ദൈവം എന്നുള്ളത്. നമ്മൾ റഹ്മാനായ റബ്ബിന്റെ ഏതെങ്കിലും ഒരു വിശേഷണം വെച്ചിട്ട് പറയുന്നു, അതിൽ തെറ്റില്ല എന്ന് പൊതുവെ പണ്ഡിതന്മാരുടെ ഫത്വകൾ വന്നിട്ടുണ്ട്. നാഥൻ എന്ന് പ്രയോഗിക്കാം, ദൈവം എന്ന് പ്രയോഗിക്കാം. അത് അള്ളാഹിന്റെ ഒരു അതേപോലെ അള്ള പഠിപ്പിച്ച പേരായിട്ട് ഒരിക്കലും കണക്കാക്കാൻ
പാടില്ല. അള്ളാഹനെ പരിചയപ്പെടുത്താൻ വേണ്ടി അവന്റെ ഏതെങ്കിലും വിശേഷണം ഉൾക്കൊള്ളുന്ന ഒരു പദപ്രയോഗം നമുക്ക് നിർവഹിക്കാം. ഇത് അള്ളാഹുന്റെ അസ്മാഉൽ ഹുസ്നയിൽ പെട്ടതാണ് എന്ന് പറയാൻ പാടില്ല. അസ്മാഉൽ ഹുസ്ന അള്ളാഹുവും റസൂലും പഠിപ്പിച്ച 99 നാമങ്ങൾ, അല്ലെങ്കിൽ ബാക്കി പഠിപ്പിക്കാതെ മാറ്റിവെച്ച ലക്ഷക്കണക്കായ നാമങ്ങൾ, അതാണ് റഹ്മാനായ റബ്ബിന്റെ നാമങ്ങളായി കാണാവുന്നത്. ശരി, നമ്മൾ തൽക്കാലം അവസാനിപ്പിക്കാം. ഈ ബാക്കി കുറേ ഉണ്ട്. ഇതിപ്പോൾ എന്താ ചെയ്യാൻ എനിക്കറിയില്ല. വിശദങ്ങൾ ഇവിടെ ഏൽപ്പിക്കാം. ഏതെങ്കിലും ഒരു സമയത്ത് എപ്പോഴെങ്കിലും ഒരു അവസരം ഉണ്ടെങ്കിൽ ഇവിടെ ആരെങ്കിലും ഒക്കെ അത് പറഞ്ഞു തരും. അല്ലെങ്കിൽ ഒരുപാട് ഇൻഷാല്ലാ എപ്പോഴും ചാൻസ് കിട്ടുകയാണെങ്കിൽ വിളിക്കുകയാണെങ്കിൽ ഇൻഷാല്ലാ ഇങ്ങനെ ഉണ്ടാവും. ഇങ്ങനെ കുറേ ഉണ്ട്, കുറേ ചോദ്യങ്ങളുണ്ട് ഇവര്. അതെല്ലാം നമുക്ക് എടുത്താൽ ഖിയാമുണ്ട്, തറാവീഹുണ്ട്, അതേപോലെ സക്കാത്തുണ്ട്, ഒരുപാട് വിഷയങ്ങൾ ഇതിൽ വന്നിട്ടുണ്ട്. നമുക്ക് ഇൻഷാല്ലാ പിന്നൊരു അവസരത്തിൽ വിശദമായി നമുക്ക് പറയാം. അല്ലെങ്കിൽ ഒരു ഇഷാ വരെ ഞാൻ ഇവിടെ ഉണ്ടാവും. തിരക്കില്ലാത്ത ആളുകൾക്ക് ഭക്ഷണം കഴിച്ച് മരുമേശം പോലെ ഇരുന്നോട് നമുക്ക് എന്ത് ചെയ്യാം, വ്യക്തിപരമായിട്ട് വേണമെങ്കിൽ സംസാരിക്കാനും കൂടി നമുക്ക് സമയം കണ്ടെത്താം. അത്തരം അതിലുണ്ട്, ഇതിലാ ചോദ്യം ഉണ്ട്. അതുകൂടി പറയാം. 2 മിനിറ്റ്. ഫത്വ എന്നത് പ്രമാണമല്ല. ഇതിൽ വന്ന ചോദ്യം സൗദ്ദേശകരമായ ചോദ്യം ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, അല്ല ഞാൻ വായിച്ച തോന്നുന്നത്. ഫത്വ ഇസ്ലാമിൽ എത്രാമത്തെ പ്രമാണമാണ്? അങ്ങനെ ചോദ്യം ചോദിക്കാൻ പാടില്ല. അങ്ങനെയൊന്നും നമ്മൾ ന്യായമായി ചോദിക്കാം. നിങ്ങൾ ചോദിച്ചാൽ കേട്ടോ, ഇതിൽ എഴുതി കിട്ടിയ ചോദ്യമാണത്. അതായത് ഇസ്ലാമിലെ പ്രമാണം, അടിസ്ഥാന പ്രമാണങ്ങൾ ഖുർആനും സ്വഹീഹായ ഹദീസുകളും മാത്രമാണ്. അനുബന്ധ പ്രമാണങ്ങൾ ഇജ്മാഉം ഖിയാസും, അത് അടിസ്ഥാന പ്രമാണങ്ങളിൽ നിന്ന് ഉത്ഭൂതമാകുന്നതാണ്. 5ാമതൊരു പ്രമാണം നമുക്കില്ല. ഫത്വ എന്നുള്ളത് ഒരു 5ാം പ്രമാണമല്ല. അതൊരു പരിഹാസ സ്വരത്തിൽ ചിലർ പ്രയോഗിക്കാറുണ്ട്. ഇപ്പോൾ ഒരു വിഷയത്തിൽ ഖുർആനും സുന്നത്തും എന്ത് പറയുന്നു എന്ന് ഒരു പണ്ഡിതൻ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നു, അതാണ് ഫത്വ. അയാളെ വാക്കല്ല പ്രമാണം, അയാളുടെ തെളിവാണ് അതിൽ പ്രമാണം. ഫത്വ എന്നുള്ളത് ഇസ്ലാമിന്റെ പൊതുവായ ഹുക്മുകൾ അല്ല. ഹുക്മ വേറെ, ഫത്വ വേറെ. ഒരാളുടെ വിഷയത്തിൽ അയാൾക്ക് പ്രശ്നമുണ്ടായി, അയാൾ ഒരു പണ്ഡിതനെ ചെന്ന് കണ്ടു, അയാളുടെ പ്രശ്നം പറഞ്ഞു, ആ പണ്ഡിതൻ വിശദമായി ചോദിച്ചറിഞ്ഞു, എന്നിട്ട് താങ്കൾ ഈ വിഷയത്തിൽ ഇന്നതാണ് ചെയ്യേണ്ടത് എന്ന് ആ പണ്ഡിതൻ പറഞ്ഞു, അതാണ് ഫത്വ. അത് അയാൾക്ക് മാത്രം ബാധകമാണ്. അയാളുടെ വാപ്പാക്ക് പോലും ആ ഫത്വ പറ്റൂല. അയാളുടെ അതേ സമാന പ്രശ്നമുള്ള മറ്റൊരാളുണ്ടെങ്കിൽ അയാൾക്ക് എടുക്കാം, അല്ലാത്തൊരാൾക്ക് ആ ഫത്വ പാടില്ല. അതുകൊണ്ട് ഇവിടുത്തെ ഫത്വ സൗദി അറേബ്യക്ക് എടുക്കാൻ പാടില്ല, സൗദി അറേബ്യയിലെ ഫത്വ ഇങ്ങോട്ടും പാടില്ല. പൊതുവായ ഫത്വ ഉണ്ടാവും, പൊതു വിഷയങ്ങളിൽ പൊതുവായി കൊടുത്ത ഫത്വ ഉണ്ടാവും, അത് എല്ലാവർക്കും സ്വീകരിക്കാം. അല്ലാതെ ഒരു വ്യക്തിയുടെ വിഷയത്തിൽ, ഒരു ഗ്രാമത്തിലെ പ്രശ്നത്തിൽ, ഒരു നാട്ടിലെ പ്രശ്നത്തിൽ, ഒരു പള്ളിയുടെ പ്രശ്നത്തിൽ ഒരു പണ്ഡിതന് ഒരു വിധി പറഞ്ഞാൽ അത് അവിടേക്ക് മാത്രമാണ് ബാധകം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരാൾ വന്ന് ചോദിച്ചു, പ്രവാചകനെ, നോമ്പുകാരനായിക്കൊണ്ട് ഭാര്യയെ ചുംബിക്കാൻ പാടുണ്ടോ? പ്രവാചകൻ പറഞ്ഞു, പാടുണ്ട്, ചുംബിക്കാം. പിന്നീട് മറ്റൊരാൾ വന്ന് ചോദിച്ചു, ഭാര്യയെ ചുംബിക്കാൻ പാടുണ്ടോ? നബി പറഞ്ഞു, പാടില്ല. ഇത് രണ്ടും ഫത്വയാണ്. 1ാമത്തെ ഫത്വ അയാൾക്ക് മാത്രം, 2ാമത്തെ ഫത്വ ഇയാൾക്ക് മാത്രം. എന്താ വ്യത്യാസം? ആദ്യം ചോദിച്ച ആള് പ്രായമുള്ള ആളാണ്, അപ്പൊ അയാളൊന്ന് ചുംബിച്ചാലും വേറെ ബേജാറൊന്നുമില്ല, അത്രേ ഉണ്ടാവുള്ളൂ. അപ്പൊ അയാൾ പോയി ചുംബിച്ചോന്നാണ്. 2ാമത് ചോദിച്ചാൽ ചെറുപ്പക്കാരനാണ്, അയാൾക്ക് ചുംബിക്കാൻ ചാൻസ് കൊടുത്താൽ ചിലപ്പോൾ അപ്പുറത്തേക്ക് പോകും, അത് നോമ്പ് വാത്തിലാവും. അപ്പൊ പറഞ്ഞു പാടില്ല. ഇതാണ് ഫത്വ. ഒരു ഫത്വ എടുക്കുക, അതിന്റെ കഷ്ടം എടുക്കുക, അതിന്റെ ട്രാൻസ്ലേഷൻ എടുക്കുക, ഒരു കട്ട് പേസ്റ്റ് അടിക്കുക, അത് വാട്സപ്പിലും ഫേസ്ബുക്കിലും വിടുക, ഇതാ ഫത്വ ഉണ്ട് എന്ന് പറഞ്ഞ് ഇറങ്ങിയാൽ ജീവിതത്തിൽ എന്തിനും ഫത്വ പറ്റും, എന്തിനും ഫത്വ പറ്റും. ഫത്വ ഇല്ലാത്ത പ്രശ്നം ഉണ്ടാവില്ല. അപ്പൊ ഫത്വയുടെ ഉത്തരം എത്ര കണ്ട് പ്രധാനമാണോ അതുപോലെ പ്രധാനമാണ് ആ ഫത്വയിലെ ചോദ്യം, ആ ചോദിച്ചവന്റെ സാഹചര്യം. ആ സാഹചര്യം പഠിച്ചിട്ടേ ഫത്വ കൊടുക്കും. ഫത്വ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ മറുപടി ഒന്നും ഫത്വല്ല. ഫത്വ പറയാൻ പ്രത്യേക ആളുകളുണ്ട്, അവര് ഫത്വ പറയുമ്പോൾ പാലിക്കേണ്ട മര്യാദകളുണ്ട്. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് കിതാബ് എഴുതി, ഇഅ്ലാമുൽ മുവഖ്ഖഈൻ അൻ റബ്ബിൽ ആലമീൻ. റബ്ബുൽ ആലമീനു വേണ്ടി ഒപ്പിടുന്നവർ ശ്രദ്ധിക്കേണ്ടത്. റബ്ബുൽ ആലമീനു വേണ്ടി ഒപ്പിടുകയാണ് ഫത്വ എന്ന് പറഞ്ഞാൽ, നീ ഇന്നതാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അള്ളാഹു ഈ വിഷയത്തിൽ ഇന്നതാണ് പറഞ്ഞത് എന്നാണല്ലോ ഇവർ സാക്ഷ്യപ്പെടുത്തുന്നത്. ഫത്വ എങ്ങനെ കൊടുക്കണം, എപ്പോൾ കൊടുക്കണം? നടന്നു പോകുന്ന സമയത്ത് ഫത്വ കൊടുക്കാൻ പാടില്ല, ഒരു ക്ലാസ്സിനിടെ ഫത്വ കൊടുക്കാൻ പാടില്ല. ഫത്വയ്ക്ക് വേണ്ടി അയാൾ പ്രത്യേകം ഒരുങ്ങി തയ്യാറായി വന്നിരിക്കണം. അയാളെ മനസ്സ് ഫ്രീ ആക്കി എല്ലാം തുറന്ന മനസ്സോട് കൂടി വന്നിരുന്ന് അയാൾ പഠിച്ചതൊക്കെ അയാൾ ഓർമ്മയുണ്ടാകുന്ന സമയത്ത് ഏറ്റവും നല്ല ഉന്മേഷ സമയത്താണ് ഫത്വ കൊടുക്കേണ്ടത്. പോണ വഴിക്ക് അല്ല മോടി എന്താ ചെയ്യേണ്ട ഇങ്ങനെ ചെയ്തോടി, അയാളെ ഫത്വ ഉണ്ട്, അല്ല അത് ഫത്വല്ല, അത് ഫത്വല്ല.
അതാണ് ഫത്വ. അപ്പൊ ഫത്വക്ക് നിബന്ധന ഉണ്ട്, ഫത്വ കൊടുക്കുന്ന ആൾക്ക് നിബന്ധന ഉണ്ട്, ഫത്വ ചോദിക്കുന്ന ആൾക്ക് നിബന്ധന ഉണ്ട്. ഇത് ഏതെങ്കിലും രാജ്യത്ത് ഏതെങ്കിലും ആൾ ചോദിച്ച ചോദ്യം എന്താണെന്ന് അറിയില്ല, മറുപടി എന്താ അറിയില്ല, ഒരു കഷ്ണം എടുത്ത് അത് നമ്മുടെ നാട്ടിലെടുത്ത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്ത് ആ ട്രാൻസ്ലേഷൻ കൊണ്ടാണ് പിന്നെ നടക്കുന്നത്. അതൊന്നും ഫത്വയല്ല, അത് ഫിത്നയാണ്. അസ്സലാമു അലൈക്കും.